ദൈവത്തിന് മഹത്വം. Glory be to the Lord. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു മീറ്റിംഗ് കൂടെ നമുക്ക് ദൈവം ക്രമീകരിച്ച് നൽകിയതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise the Lord for the Lord has organized once again a blessed meeting. ദേശത്തെയും ദേശനിവാസികളായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെയും നമ്മയും സ്നേഹിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊരു മീറ്റിംഗ് കൂടെ കർത്താവിൻ്റെ വരവിന് മുൻപായിട്ട് നമുക്ക് സന്തോഷിപ്പാനും അനുഗ്രഹം പ്രാപിപ്പാനും കർത്താവിൽ കൂടെ കൃപകളെ പ്രാപിപ്പാൻ അവസരം ദൈവം തന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. As God loves us, loves the people of God, loves this land, the inhabitants is part of the land, the Lord has given us a blessed convention. Therefore, once again I thank the Lord. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചന സത്യങ്ങൾ നമുക്ക് ശ്രമിപ്പാൻ ഇടയായി. During the yesterdays, the Lord has given us the opportunity to listen to the unchanging word of God. ഇന്ന് പൗർക്കാലവും ദൈവത്തിൻ്റെ ദിവ്യമായ ആലോചന നമുക്ക് ശ്രമിച്ചു. പർവ്വതത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ മോശ കണ്ടു. അവിടേക്ക് ചെല്ലുമ്പോൾ തീയിൽ പ്രത്യക്ഷപ്പെട്ടതായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായിരിക്കുന്ന അനുഭവത്തെ കുറിച്ചും തീയുടെ വിവിധമായിട്ടുള്ള അനുഭവങ്ങൾ അതിൽ കൂടെ ലഭിക്കുന്ന മഹത്വത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും നന്മയെക്കുറിച്ചും ശ്രേഷ്ഠതയെക്കുറിച്ചും ബഹുക്കാലം നമുക്ക് ശ്രമിപ്പാനിടയായല്ലോ. Even this morning, again we had the opportunity to say the word of God based on the fact that Moses saw in the bush, that fact speaks about the different spiritual dimensions. ദൈവത്തിന് മഹത്വം. Glory be to the Lord. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു ദൈവമക്കളെ. Beloved people of God, the coming of the Lord is drawn much closer. ഇന്ന് നടക്കുന്ന ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെയും നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. All the events which take place at different corners of the world proclaim the soon coming of the Lord. ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവവചനം ശ്രമിക്കുകയും വചനം പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. ദൈവം സഭ ഉണരേണ്ട സമയമാണെന്ന കാര്യം മുന്നറിയിപ്പ് തരികയാണ്. Those who listen to the word of God, those who go through the word of God, thus we understand all the events which take place in the world speak about the coming of the Lord. Let me give you a warning about the same. വചനങ്ങൾ കേട്ട് നമ്മൾ കടന്നു പോകുകയല്ല. ജീവിതത്തിൽ ദൈവമക്കളെ രൂപാന്തരം ഉണ്ടാകണം. രൂപാന്തരപ്പെടേണ്ടതായ ഒരു കാലഘട്ടം കൂടെയാണ് ദൈവമക്കൾ കർത്താവിന്റെ വരവ് എന്ന് ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു അതിന്റെ കാലഘട്ടം. It is not simply hearing the word of God, forgetting and going by. Rather, we must imbibe the same and effect a great translation within the inner man and get ready for the coming of the Lord. ഏത് മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ സത്യവചനമാണ്. It's a true word of God which is able to effect a translation into the life of any person. അതിന്റെ തെളിവാണ് ഇന്ന് ഇപ്പോൾ പറഞ്ഞതായ സാക്ഷി. A classic illustration is the testimony you just listened to. ആ വഴിതെറ്റി നടന്നതായ കാലഘട്ടം. The days that he went aberrated. ആ യൗവനക്കാരൻ പല പ്രാവശ്യം ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ വന്ന് വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന ആവശ്യപ്പെടുകയുണ്ടായി. കർത്താവിന്റെ കരുണയാൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ദൈവപാതയിൽ വരുവാനും കർത്താവിന്റെ വഴികളിൽ ജീവിപ്പാൻ ഈ നല്ലൊരു അത്ഭുത സാക്ഷിയായി തീരുവാൻ ദൈവം സഹായിച്ചല്ലോ. അത് സുവിശേഷത്തിന്റെ ഒരു ശക്തിയാണ്. When I was doing ministry in Trivandrum Center, time and again that brother used to visit me. I would often give him the pieces of advice, exhorting the ways to accept the ways of God. And miraculously, graciously, the Lord has saved him. The Lord has attended to the precious way, and the Lord has filled his heart with the hope of the coming. That is really a wonderful experience. നാം മൗനമായിരിക്കേണ്ട ഒരു കാലഘട്ടമല്ല. This is not a time that we must be negligent. ജീവിതത്തെ പണിയേണ്ടതായ ജീവിതത്തെ ക്രമീകരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. These are the days we must build up our life, rectify our life. നിങ്ങൾ കേട്ടിരിക്കുന്നതും ചിലപ്പോൾ അറിഞ്ഞിരിക്കുന്നതുമായ സത്യമായിരിക്കാം. ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഓർപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. വലിയ കാര്യങ്ങളൊന്നും പറയാനുള്ള പ്രാപ്തി നമുക്കില്ല. എങ്കിലും ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചതായ വചനത്തെ അത് നമുക്ക് ഒരു വചനം വായിക്കാം. അതിൽ കൂടെ അല്പകാര്യങ്ങൾ ഓർപ്പിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. I am not capable of dwelling deep at truths, but I would like to present before you a truth. Sometimes you might have heard about this on the previous occasion. Anyhow, tonight let's read a portion of word of God. നെഹെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. It's the book of Nehemiah, chapter 2, verse 17. നെഹെമ്യാവ് 2:17. Chapter 2, verse 17. അനന്തരം ഞാൻ അവരോട്, യെരുശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവിൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതവണ്ണം യെരുശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. Glory be to the Lord. നാം ഇനി നിന്നാപാത്രമായി തീരാതിരിപ്പാൻ നമുക്ക് യെരുശലേമിന്റെ മതിൽ നമുക്ക് പണിയാം. Not to be a vessel of reproach,
let us rebuild the walls of Jerusalem. ആ ചരിത്രപരമായിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I'm not willing to cover the historical events. വളരെ സുരക്ഷിതമായിരുന്നായ യെരൂശലേമിന്റെ ആ മതിലും ആ വാതിലൊക്കെയും സുരക്ഷിതമായിരുന്നു. ശത്രു തകർത്തതായ ഒരു കാലഘട്ടത്തിൽ നെഹെമ്യാവ് ദുഃഖിച്ച് ഭാരപ്പെട്ട ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു കാലഘട്ടത്തെയും അതിന് പണിയുവാനായിട്ടുള്ള ഒരുക്കത്തോടെ മുൻപോട്ട് പോയ അനുഭവം നമുക്ക് അറിയാം. In the time past, Jerusalem was noted for safety and protection. Unfortunately, the walls were demolished. Now that is in a desolated state. Therefore, Nehemiah is making the invitation to the people, come on, let us regroup and rebuild that wall of Jerusalem. നാം ഇനി നിന്ന പാത്രമായി തീരാതെ എഴുന്നേറ്റ് നമുക്ക് പണിയാം. Let us not become a vessel of reproach, rather stand up and build it again. ആ പണിക്ക് ശത്രുക്കൾ എഴുന്നേറ്റതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. Thus we understand enemies also stand against that construction. എങ്കിലും നെഹെമ്യാവിൽ കൂടെ വലിയൊരു പ്രവൃത്തിയും ചെയ്ത് ആ യെരൂശലേമിന്റെ ആ മതിലൊക്കെ പണിത് വാതിലൊക്കെ അതാണ് എല്ലാം യഥാസ്ഥാനത്ത് ആക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. Howbeit through Nehemiah the Lord is doing great work of reconstruction and everything is now restored systematically. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 3 വിധമായിരിക്കുന്ന പണികളെ കുറിച്ച് ഞാൻ ചുരുക്കമായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. Tonight in brief terms I would like to present before you about 3 branches of construction. ഒന്ന് വ്യക്തിപരമായിട്ടുള്ള പണി. The first one, our personal building. സദൃശ്യം 24ന്റെ 27 വാക്യം വായിക്കുമ്പോൾ Proverbs chapter 24 verse number 27. വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെ നാം പണിയണം. We have to build up our spiritual life systematically. വെളിയിൽ നിന്റെ വേല ചെയ്യുക, വയലിൽ എല്ലാം തീർക്കുക, പിന്നത്തേതിൽ നിന്റെ വീട് പണിയുക. പിന്നത്തേതിൽ നിന്റെ വീട് പണിയുക. And afterwards build thine home. നമ്മുടെ വീടിനെ നാം പണിത് ഉയർത്തണം. We must build up our house. അഥവാ നമ്മുടെ ജീവിതത്തെ നാം പണിയണം. In other words, we are expected to build up our own life. ദൈവത്തിന് സ്തോത്രം. All praise to the name of God. എങ്ങനെയെങ്കിലും പണിയല്ല ദൈവമക്കളെ, ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മൾ പണിയണം. It is not building according to your fantasy, rather build upon the foundation of the word of God. പലരും പലയിടത്തിൽ പണിയുന്നുണ്ട്. In different places different constructions are carried out. നിങ്ങളും പണിയുന്നു, ഞാനും പണിയുന്നു. True, you build, I too build. പക്ഷേ പണിയിൽ വ്യത്യാസമുണ്ട്. However, there is difference in that work. നിലനിൽക്കുന്ന പണിയുണ്ട്, നിലനിൽക്കാത്ത പണിയുണ്ട്. There is a work which abides forever. There is a work that doesn't abide. ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്ന ഈ ശ്രേഷ്ഠമായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ പണിയുവാനുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടാകണം. God has brought us under this special fellowship in which on hearing the word of God we must have the consecration to build up our own life. ദൈവത്തിന് മഹത്വം. Glory be to the name of God. എങ്ങനെ നമുക്ക് പണിയുവാൻ കഴിയും? If so, how can we build up? എങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ കഴിയും? How can we rectify our damage? മത്തായി സുവിശേഷം 7-24 വാക്യത്തിൽ വായിക്കുമ്പോൾ, Coming to Matthew's Gospel chapter 7 verse 24. നമ്മൾ പണി ആരംഭിക്കുന്നത് പാറമേൽ അടിസ്ഥാനം വിട്ട് പണിയണം. We must lay the foundation upon the rock and whereupon do it. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും എന്റെ വചനങ്ങളിലൊക്കെയും കേട്ട് ചെയ്യുന്നവനോ എല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നമ്മുടെ പണി പാറമേൽ അടിസ്ഥാനമിട്ട് പണിയണം. We must lay the foundation upon the rock and do our building. എങ്ങനെ നമ്മുടെ ജീവിതത്തെ പണിയുവാൻ കഴിയും? How can we build up our life? ഈ പാറയായ ക്രിസ്തുവിൽ കൂടെ നമ്മുടെ ജീവിതത്തെ തുടരണം. We must continue building our foundation upon this Jesus who is a rock. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതാക്കിയാണ്. When a person becomes in Christ, he becomes a new creature. Everything old passes away. Behold, he becomes new. നമ്മുടെ ജീവിതത്തെ പണിതുയർത്തണമെങ്കിൽ നിശ്ചയമായും ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ ആരംഭിക്കണം. ക്രിസ്തുവിൽ കൂടെ മാത്രമേ തെറ്റായ കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ നീക്കുവാനും വേണ്ടിയ കാര്യങ്ങൾ ഉറപ്പിക്കുവാൻ കഴിയണമെങ്കിൽ ഒരുവൻ ക്രിസ്തുവിൽ ആയിത്തീരണം, ക്രിസ്തുവിൽ വളരണം. In order to build up our life, we must mark the beginning with the Lord Jesus Christ. When a person comes into Jesus Christ, he becomes in Jesus Christ alone. He'll be able to identify their shortcomings and he can rebuild himself.
ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നമുക്ക് ഇന്ന് ഒരുപാട് സഭകളെ കാണാൻ കഴിയുന്നുണ്ട്. Today we come across plenty of denominations. എല്ലായിടത്തും പണി നടക്കുന്നുണ്ട്. Everywhere building is done. പക്ഷേ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന പണി ഏതാണ്? However, which is a building God is expecting of us. മറ്റ് ഏതെങ്കിലും വ്യക്തിയുടെ കൂടെയുള്ള പണിയല്ല. It is not done by through some human beings. ഇന്ന് ക്രൈസ്തവ ലോകത്തെ നോക്കുകയാണെങ്കിൽ ക്രിസ്തുവായിട്ടുള്ള ബന്ധമില്ല, മറ്റുള്ള പലവിധമായിട്ടുള്ള അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാരെ കുറിച്ച്, മുന്നിമാരന്മാരെ കുറിച്ചോ, അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാർ, അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവർ, അല്ലെങ്കിൽ മറ്റുള്ള വിധത്തിലുള്ള പലവിധത്തിലുള്ള വ്യത്യസ്തന്മാരായിട്ട് മറ്റു കാര്യങ്ങളിൽ കൂടെയാണ് പലരും സഭയെ പണിയുന്നത്. പക്ഷേ ആ പണിയുടെ പൂർത്തീകരണം എന്താണെന്ന് നിങ്ങൾക്ക് നമുക്കെന്നെ അറിയാം. Today when we observe the Christian societies, sorry to say, many people trust upon human beings, the so-called spiritual stalwarts, the so-called holy men and saints. We know different kinds of constructions are carried out today. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ വചനാടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കണം, പണിയണം. Based on the word of God, we are expected to build our house. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. സ്വർഗ്ഗരാജ്യത്തെ ഒരു കെട്ടിടത്തോട് ഉപമിച്ച് പഠിക്കാൻ കഴിയും. The kingdom of God is compared to a building. അതിന്റെ കാതലായ ഉപദേശമാണ് എഫേസ്യ ലേഖനം 5:20 വാക്യത്തിൽ വായിക്കും. 2:20 വായിക്കുമ്പോൾ, coming to Ephesians chapter 2 verse number 20, we read about the core subject of the same. ക്രിസ്തുവിന്റെ മൂലക്കല്ലായിരിക്കെ നിങ്ങളുടെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിന്മേൽ പണിയുന്നു. Lord Jesus Christ be the chief cornerstone. You are built upon the foundation, the apostles and the prophets. അവിടെ വ്യക്തമായി പറയുന്നു, ക്രിസ്തുയേശു നമ്മുടെ മൂലക്കല്ലാണ്. In unambiguous terms it is mentioned, Christ Jesus is the cornerstone. ആ ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ പണിത് ഉയർത്തണം. Upon the Christ we must build up our life. ദൈവത്തിന് മഹത്വം. Let all glory to the name of God. ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ ആരംഭിക്കുവാൻ, അല്ലെങ്കിൽ അതിന് തുടരുവാൻ, അതിന് കൂടെ നമുക്ക് പൂർത്തീകരിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ ആ പണിയല്ല. Beloved people of God, if you're not able to start the construction through Lord Jesus Christ, if you're not able to continue the building through Lord Jesus Christ, if you're not able to perfect the in Lord Jesus Christ, alas, that is not the real building. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം വാക്യത്തിൽ ഇപ്രകാരം അപ്പോസ്തലൻ പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഓർപ്പിക്കുന്നു. Wherefore, coming to Romans chapter 12, the first verse, as Apostle Paul writes epistle to the church, he reminds, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി. You have to surrender, present your bodies, a living sacrifice, holy, acceptable unto God, which is your reasonable service. നമ്മുടെ ജീവിതത്തെ പണിയുക എന്ന് പറഞ്ഞാൽ ജീവനും വിശുദ്ധിക്ക് വേണ്ടി ദൈവമക്കളെ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാൻ. Unto holiness which is acceptable unto the Lord. Beloved people of God, we have to surrender our life to being built for the Lord. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. എന്റെ ദേഹം, ആത്മാവ് കർത്താവിനായി സമർപ്പിക്കുന്നു. Surrender your body, soul and spirit to the Lord. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. It is not I, but Christ liveth in me. നാം നമ്മുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിക്കുമ്പോൾ കർത്താവ് തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കും. As we yield our life to the work of God, the Lord is able to build us, rectify us. നമ്മുടെ ജീവിതത്തെ പണിവാൻ ഒരു മനുഷ്യന് കഴിയില്ല. A man cannot build our life. നമ്മുടെ ജീവിതത്തെ പണിവാൻ ദൈവമക്കളെ നാം നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം. The children of God, in order to be built by God, we must yield ourselves to the will of God. അതിനുവേണ്ടിയാണ്, ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ വചനത്തിൽ കൂടെ നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. In order to set correct our life, just to fill up the damage these days, the Spirit of God has been dealing through the word of God. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഈ ശരീരത്തെ നമ്മുടെ വിശുദ്ധിയിൽ പണിയണം. We have to build our body in holiness. ഈ ശരീരത്തെ നമ്മുടെ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിൽ പണിയണം. This body must be built up in the divine attributes of Christ. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഈ ദൈവത്തിന്റെ വചനങ്ങളൊക്കെ കേട്ട് നമ്മൾ അത് ഗ്രഹിച്ച് അതുപോലെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സംഭവിക്കുന്ന അവസ്ഥ എന്താണ്? Even after repeatedly hearing the word of God, if you're not able to build our life, what shall be the consequence? മത്തായി സുവിശേഷം 5:29 വാക്യത്തിൽ വായിക്കുന്നു. Matthew's Gospel, chapter 5, verse 29. വായിച്ചേ. എന്നാൽ വലംകണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നിനക്ക് ഇടർച്ച ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനെ എടുത്തു കളയണം. What is it that offends you? Simply pluck it out. ദൈവികമായ പ്രമാണങ്ങൾ
ഒത്തിരി നിലനിൽക്കാൻ കഴിയാതെ തടസ്സപ്പെടുത്തുന്ന മറ്റേതെങ്കിലും പൈശാചിക ശക്തികൾ, ലോകത്തിന്റെ മോഹങ്ങൾ, അല്ലെങ്കിൽ ജഡികമായിട്ടുള്ള അനുഭവങ്ങൾ നിന്നെ ഉൾക്കൊള്ളുന്നെങ്കിൽ നിശ്ചയമായും അതിനെ അകറ്റുക. പിന്നെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയും. If you are not able to abide in the word of God, if something, the lust of the world, abominable things of the world, which deter your spiritual life, just scoop it and cast it away. ഇടർച്ച ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മുൻപോട്ട് പോകാൻ തടസ്സമായിരിക്കുന്ന, ജീവിതത്തെ പണിയുവാൻ തടസ്സമായിരിക്കുന്ന ഏതെല്ലാം സ്വഭാവങ്ങളുണ്ടോ, ദൂഷ്യ സ്വഭാവങ്ങളുണ്ടോ, അതിനൊക്കെയും അടിസ്ഥാനത്തിൽ നീക്കണം. What are the vicious, what are the wicked natures which hamper our spiritual life being built upon Lord Jesus Christ? We must cast everything out. ദൈവത്തിന് മഹത്വം. Glory be to the Lord. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഇടർച്ചയുള്ള കാര്യങ്ങൾ അതിൽ നീക്കി നീ യഥാസനപ്പെടുത്തണം. It is better to cast off the members which deter your life than going to the hell with the entire body. നിന്റെ വീട് നീ പണിയുക. You have to build up your house. നാം നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിനായി സമർപ്പിക്കണം. Let us all together send houses to the Lord. നാം നമ്മുടെ വീട് പണിയുണ്ടെങ്കിൽ മറ്റാരാണ് പണിയുന്നത്? Unless we build ourselves, who else can build our life? വചനങ്ങൾ കേൾക്കുമ്പോൾ നാം നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. On hearing the word of God totally, we must commit ourselves. That's the will of God about our life. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ദൈവമക്കളെ, നമ്മുടെ മുൻപോട്ടുള്ള കാഴ്ചയ്ക്ക് പുറമേ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ണിന് കാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുവാൻ കഴിയുള്ളൂ. Beloved people of God, if our eyes have got proper vision only, we can see and march forward. കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ, if there's no eyesight, പോകേണ്ട വഴി മനസ്സിലാക്കാൻ കഴിയില്ല. we can understand the way that we have to follow. നടക്കേണ്ട വഴി കാണാൻ കഴിയുന്നില്ല. We cannot see the path that we have to tread upon. മറ്റൊരാളുടെ സഹായത്തിന് നമ്മൾ ആഗ്രഹിക്കും. And we will be longing for the sustenance of another person. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നമുക്ക് തന്നിരിക്കുന്ന കണ്ണ് ദൈവമക്കളെ അത് പ്രകാശമുള്ള കണ്ണാണ്. The eyes God has gifted us really give light. അവിടെ വായിക്കുന്നല്ലോ, മത്തായി സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ വായിക്കുന്നു, ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്. In Matthew's gospel we read that eyes are the light of the body. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. Eye is the light of the body. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശമായിട്ട് മാറും. The eye is upright, and the body shall be radiant. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. കണ്ണ് കേടുള്ളതെങ്കിൽ ശരീരം മുഴുവനും ഇരുട്ടായിരിക്കും. If the eye be evil, the whole body shall be full of darkness. ഈ പുറമേ ഉള്ള കണ്ണിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. I'm not talking about the physical eyes. ദൈവമക്കളെ, നമുക്ക് മുൻപോട്ടുള്ള ആവശ്യമായിരിക്കുന്ന ദൈവത്തിന്റെ ജീവന്റെ വചനങ്ങൾ നമ്മൾ ശ്രമിക്കുമ്പോൾ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിലെ കണ്ണ് പ്രകാശിക്കും. നമുക്ക് നടന്നു പോകേണ്ട വഴി കൂടെ അല്ലെങ്കിൽ പോകുവാൻ കഴിയും, ജീവിതത്തെ ക്രമീകരിക്കുവാൻ കഴിയും. Beloved people of God, as we listen to the living word of God, word of life, eyes understanding shall be enlightened. We can behold the way ahead. We can march forward triumphantly. ദൈവത്തിന് മഹത്വം. Glory be to the Lord. കണ്ണ് ഇരുട്ടാണെങ്കിൽ നിശ്ചയമായും ദൈവമക്കളെ നമ്മൾ മറ്റ് അപകടത്തിലേക്ക് നമ്മൾ പതിയുകയാണ്. The eyes are blind, alas, we are plunging into danger. ആത്മീയമായിട്ടുള്ള വെളിച്ചം പ്രാപിപ്പാൻ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൃഷ്ടി പ്രകാശിച്ചില്ലെങ്കിൽ, കർത്താവിന്റെ പ്രമാണത്തെ മനസ്സിലാക്കി അതുപോലെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിശ്ചയമായും മുൻപോട്ടുള്ള യാത്ര അപകടകരമായിട്ടുള്ള യാത്രയാണ്. The eyes understanding do not get enlightened. If you are not able to get the proper vision from the word of God, from the word of life, we cannot move forward, for the journey will be hazardous. നിന്റെ ശരീരത്തിൽ അന്ധകാരത്തിന്റെ ഒരംശവും കാണരുത്. Not even an iota of darkness should be in your body. അതാണ് ലൂക്കോസ് സുവിശേഷം 11:36 വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്നു, ശരീരത്തിൽ അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ ഒരംശവും കാണരുത്. Luke's gospel chapter 11 verse 36 we read, not even a ray of darkness should be in your body. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. ദോഷമുള്ളതാകിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. അതിന് വായിക്കുന്നല്ലോ, ശരീരത്തിന്റെ നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായി തീരണം. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. നിന്റെ ശരീരം അന്ധകാരത്തിന്റെ അംശം ഒട്ടുമില്ലാതെ അത് പ്രകാശമായി തീരണം. എങ്കിൽ മാത്രമേ നിന്റെ വീട് പണിയുവാൻ കഴിയുള്ളൂ. Not even an ingredient of darkness should be in your body. Altogether that must be light. Then only you can build your own life.
ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് കേൾക്കുവാനോ അത് ഗ്രഹിക്കുവാനോ കഴിയുന്നില്ലെങ്കിൽ അത് അന്ധകാരമുള്ളായ അംശമാണ്. If you're not able to listen to the word of God, not able to understand the same, that implies you are in the coverage of darkness. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് എന്നോടാണ് സംസാരിക്കുന്നത്, ഞാൻ എന്റെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള വചനമാണ് എന്ന് ഏറ്റെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിശ്ചയമായും ആ ശരീരത്തെ അന്ധകാരത്തിന്റെ അംശത്തിൽ നീ കാത്തു പരിപാലിക്കുന്ന വ്യക്തിയാണ്. When the Spirit of God is dealing with you, if you're able to consider this is an advice of God coming unto me. Otherwise, if you deny the same, your body is covered with the darkness. നമ്മുടെ ശരീരത്തെ ദൈവമക്കളെ പാപത്തിന് സമർപ്പിക്കരുത്. Beloved people of God, let us not yield members to commit sin. നമ്മുടെ ശരീരത്തെ ലോകത്തിന്റെ മോഹങ്ങൾക്ക് സമർപ്പിക്കരുത്. Let us not surrender our body to the lust of the world. വർഷത്തിൽ ഒരു പ്രാവശ്യം കൺവെൻഷൻ നടക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പണം ചെലവഴിച്ച് ഒരു മീറ്റിംഗ് നടത്തുകയല്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ ക്രമീകരിപ്പാൻ അത് ജീവിതത്തെ പണിവാൻ വേണ്ടിയുള്ള ദൈവമക്കളെ ഒരു സന്ദർഭം നമുക്ക് തരികയാണ്. On the ground that once a year convention is conducted, let me spend some money, not just for names to attend the convention. It's not so. It's organized exclusively to find our shortcomings, enlighten our life, find it the true way. അതുകൊണ്ടാണ് ദൈവമക്കളെ റോമാലേഖനം 6:6 വായിക്കുമ്പോൾ പാപ ശരീരത്തിന് നീക്കം വരണം. When we come to Romans chapter 6, the 6th verse, the sinful body should be eaten away. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ ജലസ്നാനത്താൽ പാപ ശരീരത്തിന് നീക്കം വരുന്നു. For the same purpose, as we heard last night, by water baptism, death is abolished. ദൈവദിനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജലസ്നാനം സ്വീകരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലുള്ള പാപ സ്വഭാവത്തിന് നീക്കം വരികയാണ്. As we listen to the doctor water baptism, put on the same, the body of sin is destroyed. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. ശരീരത്തിലുള്ള മോഹങ്ങൾ നീക്കപ്പെടുന്നു. The lust of the body is destroyed. നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പാപ സ്വഭാവത്തിന് നീക്കം വരുന്നു. The sinful natures which harass you are destroyed. ദൈവമക്കളെ ഒരിക്കലും പാപത്തിന് നമ്മൾ ദാസന്മാരായി മാറരുത്. Hallelujah, people of God, never be slaves unto sin. നമ്മൾ ഈ ലോകത്തിന് ഒരിക്കലും ദാസന്മാരായിട്ട് മാറരുത്. Never be servants unto the world. നാം പിശാചിന് അടിമയായിട്ട് മാറരുത്. Be not enticed to the devil. പിശാചിന്റെ വഴികളിൽ ഒരിക്കലും നമ്മൾ പോകരുത്. Do not step into the ways of the devil. ദൈവത്തിന് മഹത്വം. Glory be to the Lord. നാം പിശാചിനോട് എതിർത്ത് നിൽക്കണം. We must resist against the devil. പാപ സ്വഭാവത്തോട് എതിർത്ത് നിൽക്കണം. We must be rebelling against the sinful natures. ലോകത്തിന്റെ ശക്തിയോട് എതിർത്ത് നിൽക്കണം. Revolt the forces of the world. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ഇന്ന് ഞാൻ വിശുദ്ധ സഭായത്തിൽ ദൈവദിനം സംസാരിക്കുമ്പോൾ this morning during the Sunday service, as I was delivering the word of God, ജോർദാൻ കടന്ന് ഇസ്രായേൽ മക്കൾ അക്കരെ കടക്കുമ്പോൾ the children of Israel as they crossed Jordan, അവർ ശത്രുക്കളെ കീഴ്പ്പെടുത്തണം. they had to vanquish the enemies. അതെന്ത് ചെയ്യുന്നറിയാമോ? In which fashion? Joshua ശത്രുക്കളെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി, in order to conquer the enemies, അവന്റെ കയ്യിലുള്ള കുന്തം ഏന്തി, and he stretched out the spear in his hand. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. എപ്പോ വരെ അറിയാമോ? When ആ കുന്തമെടുത്ത് വീശിയപ്പോൾ ഇസ്രായേൽ മക്കൾ ശത്രുക്കളെ മുഴുവനും തോൽപ്പിക്കുമാറ് അവന്റെ കുന്തം ദൈവമക്കളെ ഏന്തിയത് ഒരിക്കലും അവൻ പിൻവലിച്ചില്ല. When he stretched out the spear in his hands, as long as the enemies are totally destroyed, he did not withdraw that spear. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. പ്രിയ ദൈവമക്കളെ, ഏത് ദുഷ്ടശക്തികളോടും പോരാടുവാനുള്ള ഒരു ശക്തി നമ്മൾ പ്രാപിക്കണം. Beloved people of God, we must gain a strength from the Lord with which we can fight against the devilish powers. ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാര ശക്തി നമ്മൾ വ്യാപരിക്കുന്നെങ്കിൽ നിശ്ചയമായും ഏത് ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. The exceeding power of God is working in our life, whereby we can conquer any evil force. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നമ്മുടെ ഒരു ശുശ്രൂഷകൻ ഒരു വിശുദ്ധനെ കുറിച്ച് ഒരു കാര്യം പറയുകയുണ്ടായി. Recently a worker testified of a saint of God. ഗണേശയ്യ എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠനായ വിശ്വാസി നമുക്കുണ്ടായിരുന്നു. There's a believer whose name is Ganesh Iyer. താന് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി തിരിക്കുവാനുള്ള ഏറ്റവും ടോപ്പായിട്ട് അല്ലെങ്കിൽ ഉയർന്നൊരു ഉദ്യോഗസ്ഥനായിരുന്നു ഗണേശയ്യ. Ganesh Iyer was a higher official. He was official then between the border of India and Pakistan. ആ വനത്തിൽ കൂടെ തന്നെ പള്ളക്കിൽ ചുമന്നുകൊണ്ട് പോവുകയാണ്. Through the jungle he was carried on a palanquin. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അങ്ങനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഉദ്യോഗസ്ഥർ ജോലിക്കാര് ചുമന്നുകൊണ്ട് പോകും. തന്നെ എടുത്ത് ചുമന്ന് ഒരു വെള്ളത്തിലാക്കിയ ശേഷം വനത്തിൽ കൂടെ ചുമന്നുകൊണ്ടുപോയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി തിരിക്കുവാനായിട്ടുള്ള ഏറ്റവും ഉയർന്നൊരു ഉദ്യോഗസ്ഥനാണ് ഗണേശയ്യ. He was carried on a palanquin and he was carried through the jungle. He was a higher official. His name is Iyengar.
ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അങ്ങനെ ഇതുകൊണ്ട് അങ്ങോട്ട് നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു സിംഹം അലറി വരുന്നു. As he was passing through, a lion was coming against a roaring. ഈ എനേശയെ താഴെയിട്ടതിന് ശേഷം ഈ ചുവന്നുകൊണ്ട് വന്നവരെല്ലാം കൂടെ മരത്തിന്റെ മുകളിൽ കയറി. The people who carried Ganesha here, aren't afraid of the lion. They cast him down, they fled away. ഇത് കഥയല്ല, നടന്ന സംഭവം. നമ്മുടെ വിശ്വാസി ശ്രേഷ്ഠനായ വിശ്വാസിയായിരുന്നു. Not a story, it's a true event. One of our good believers testified this. ചിലർക്കൊക്കെ അറിയാം. Some people know this story. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. താൻ പറഞ്ഞ കാര്യമായി പറയുന്നത്. He narrated this episode. അപ്പോൾ ഒരു സിംഹം വന്നിട്ട് അവിടെ അതിന്റെ അരിക്കൽ നിന്നു. A lion came and stood beside him. താൻ അവിടുന്ന് എഴുന്നേറ്റു. He got up. സിംഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, looking at the lion, he said, നീ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ഞാനും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. You are the creation of God. I too am the creation of God. നിനക്ക് എന്നോട് ഒരു അധികാരമില്ല. You don't have any power over me. ശക്തമായി പറഞ്ഞു. He vociferously വീണ്ടും shouted. പറഞ്ഞു, Repeat it. നീ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ഞാനും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. You are the creation of God. I too am the creation of God. ഈ ശക്തമായിട്ട് അധികാരത്തോട് സിംഹത്തോട് ഗണേശയെ സംസാരിച്ചപ്പോൾ ഈ സിംഹം ചെയ്തറിയാമോ, തിരിഞ്ഞു ഓടിയതല്ല, റിവേഴ്സിൽ 1 കിലോമീറ്റർ അകലെ വരെ റിവേഴ്സിൽ പോയി. With authority, power, as Ganesha shouted this against the lion, that withdrew and went away nearly 1 kilometer. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, തമിഴ്നാട്ടിലുണ്ടായ ഒരു വിശുദ്ധനായ ശ്രേഷ്ഠനായ ഒരു വിശ്വാസിയുടെ കഥയാണ്, അല്ലെങ്കിൽ സാക്ഷിയാണ് പറയുന്നത്. തന്റെ സാക്ഷിയാണ്. ദൈവമക്കളെ, ആ സിംഹം ഒന്നും ചെയ്തില്ല. കാരണം അത്ര അധികാരമുള്ള ഒരു ശക്തി, കൃപയുടെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി, വിശുദ്ധിയുടെ ആത്മാവ് ഗണേശയ്ക്ക് ഉണ്ടായിരുന്നു. നിനക്ക് എന്റെ മേൽ ഒരു അധികാരമില്ല എന്ന് പറഞ്ഞപ്പോൾ സിംഹം റിവേഴ്സിൽ പോയി. Beloved people of God, a good believer from Tamil Nadu, he testified this one. Ganesha had got the exceeding power of God. With that power, he rebuked the roaring lion, telling, you are the creation of God. I'm also the creation of God. You don't have any power, authority over me. Alas, that withdrew from him. നമുക്ക് ധൈര്യമായി പറയാം. Boldly shall we confess. ഓരോ ദൈവമക്കൾ ധൈര്യമായി പറയാം. Every child of God, boldly confess. സാത്താനേ, എന്റെ മേൽ ഒരു അധികാരം നിൽക്കില്ല. No devil, you don't have any power over me. പാപത്തെ എനിക്ക് എന്റെ മേൽ അധികാരമില്ല. You sin, you don't have any power over me. എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തിക്ക് എന്റെ മേൽ അധികാരമില്ല. Wicked force that's eating my life, you don't have any power over me. ഞാൻ യേശുവിന്റെ മകനാണ്. I'm the child ഞാൻ of Jesus. യേശുവിന്റെ മകളാണ്. I'm the daughter of Jesus. അങ്ങനെ പറയുവാൻ ധൈര്യമുള്ള ദൈവമക്കൾ, പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ കര ഉയർത്തി ദൈവമക്കളെ ഒന്ന് പറയാമോ? അല്ലേലേ പറയാനല്ല പറഞ്ഞത്, അങ്ങനെ ഒന്ന് പറയണം നിങ്ങൾ. ദൈവത്തിന് സ്തോത്രം. If you're able to boldly കര ഉയർത്തി പറഞ്ഞാട്ട്, കര ഉയർത്തി പറഞ്ഞാട്ട്, lift the hand, say so. സാത്താനേ, എന്റെ മേൽ അധികാരമില്ല. No devil, you don't have authority over me. ലോകത്തിന്റെ ശക്തിക്ക് എന്റെ മേൽ അധികാരമില്ല. Power of anger has no control over me. എന്റെ പരിശുദ്ധത്തിനെതിരായി പോരാടുന്ന ദുഷ്ടശക്തിക്ക് എന്റെ മേൽ അധികാരമില്ല. The wicked force that's fighting against my holiness, you don't have an authority over my life. എന്റെ വീട് പണിതിനുമായി എന്റെ ജീവിതത്തെ ക്രമീകരിക്കുന്ന തടസ്സമായി വരുന്ന എല്ലാ ദുഷ്ടശക്തിയോടും പോരാടുവാനായ ശക്തി എന്നിലുണ്ട്. ആ ദുഷ്ടശക്തിക്ക് എന്റെ മേൽ അധികാരമില്ല. There is a wicked force that is fighting against me. I am building my own house. That power is willing to swallow me. In the name of God, that power has no control, authority over me. ദൈവമക്കൾ അങ്ങനെ പറഞ്ഞു ജീവിക്കണം. You have to practice telling so. അങ്ങനെ പറഞ്ഞു ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ആ ശക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തവർ അടിയടി പറയട്ടെ. ധൈര്യത്തോട് ശത്രുവിനോട് പോരാടണം. Boldly fight against the enemy. ധൈര്യത്തോട് ദൈവമക്കളെ ആ ദുഷ്ടശക്തിയോട് നമ്മൾ പോരാടി ജയമെടുക്കണം. Boldly you must fight against that wicked power. പാവമേ, എന്റെ മേൽ അധികാരമില്ല. No sin, you don't have authority over me. ജഡത്തിന്റെ മോഹങ്ങൾ എന്റെ മേൽ അധികാരമില്ല. Lust of the flesh has no control over me. ഇന്ന് ലോകത്ത് കാണുന്ന ദൈവമക്കളുടെ വസ്തുക്കളും അല്ലെങ്കിൽ മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികൾ ഒന്നും ദൈവമക്കൾക്ക് തൊടാൻ അനുവദിക്കരുത്. നമ്മുടെ ജീവിതത്തെ പരിശുദ്ധതയിൽ പണിത് ഉയർപ്പിക്കണം, വിശുദ്ധിയിൽ ഉയർപ്പിക്കണം, ദൈവദിനത്തിൽ ഉറപ്പിക്കണം. ജീവിതത്തെ പണിയുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും ഒരു ദുഷ്ടശക്തിക്കും നമ്മെ തൊടുവാൻ അധികാരം കൊടുക്കുകയില്ല. All the devices and the gadgets which are available in the world, you should not pollute, defile your life. You must get rooted, grounded, strengthened in holiness. Therefore you must preserve yourself. You must build yourself in the spirit of God. നമ്മുടെ കൺവെൻഷൻ കഴിഞ്ഞ ശേഷം പൊടി തട്ടി വെടി പോകുകയല്ല, ജീവിതത്തിൽ ജയം പ്രാപിച്ച് കടന്നു പോകണം. After the convention, it is not simply dusting off and going away and rebuilding your life and go. റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, coming to Romans chapter 6 verse 12,
ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. Let not sin therefore reign in your mortal body. ഞാൻ യേശുവിനായി ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു. I have surrendered it to ഞാൻ Jesus. യേശുവിന് വേണ്ടി ജീവിക്കാൻ സമർപ്പിച്ചു കഴിഞ്ഞു. I have committed to leading a life to Jesus. ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു. I have yielded myself to the basis of the word of God. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. The Spirit of God is talking to me. ഈ വചനങ്ങൾ എന്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടിയാണ്. The word of God is meant to rectify my life. ഈ ദൈവത്തിന്റെ ശക്തി എന്നിലുള്ള കാലത്തോളം മറ്റൊരു ശക്തിക്ക് എന്നിൽ അധികാരമില്ലെന്ന് നമുക്ക് ദൈവമക്കളെ ശക്തമായി നമുക്ക് പറയാം. As long as this power of God is dwelling in me, no strange power can have any control over me. Let us vociferously confess this. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ദൈവമക്കളെ, ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും പാപം നിന്നിൽ വാഴത്തില്ല. റോമലേഖനം 8:10 വായിക്കുന്നല്ലോ. Romans chapter 8 verse number 10. If Christ is dwelling in your heart, sin cannot reign in your life. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ക്രിസ്തു നമ്മിൽ ഉണ്ടെങ്കിലോ, if Christ be in us, ക്രിസ്തു നിമിത്തമായിട്ട് നമുക്ക് ജീവൻ ഉണ്ടാവും. due to Christ we'll have life. ക്രിസ്തു നമ്മിൽ ഇല്ലെങ്കിലോ, if Christ is not in us, പാപം നിന്നെ കുഴിവാഴും. sin shall swallow you. എന്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ട്, my Jesus is with me എന്ന് പറയുവാൻ അർത്ഥം കഴിയും. how many can confess so? ക്രിസ്തു എന്നോട് കൂടെ ഉണ്ട്. Christ is with me. ഞാൻ ഏകനല്ല. I am not alone. എന്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. My Lord is with me. എന്റെ കർത്താവിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ട്. The presence of my Lord is accompanying me. എന്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല. My Lord shall never fail me. എന്റെ കർത്താവിനെ ഉപേക്ഷിക്കത്തില്ല. My Lord shall never forsake me. എന്റെ കർത്താവിനെ തള്ളിക്കളയത്തില്ല. My God shall never disown me. എന്റെ യേശുവിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ട്. The presence of Jesus is watching with me. യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവമക്കളെ ശരീരം മുഴുവനും പരിശുദ്ധമായി മാറുവാൻ കഴിയും. Jesus with us, and their body shall be holy, absolutely holy, totally holy. ദൈവത്തിന് മഹത്വം. Praise be to the Lord. ഒരിക്കലും ദൈവമക്കളെ നമ്മൾ പാപത്തിന് ദാസന്മാരായിട്ട് മാറരുത്. Never should we become servants unto sin. പാപത്തിന് ദാസന്മാരായി തീർന്നാൽ നിശ്ചയമായും ആ പാപം നിന്നെ വാഴും. If you become a servant to sin, indeed that sin shall reign over you. ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. A story comes to my memory. ഒരു രാജാവ് ഉണ്ടായിരുന്നു. There was a king. എല്ലാ അധികാരമുള്ള ഒരു രാജാവ്. He was omnipotent. ആ രാജാവിന് വിശ്വസ്തനായിരിക്കുന്ന ഒരു അടിമ ഉണ്ടായിരുന്നു. There was a slave who was very sincere and loyal. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. ആ അടിമ വിശ്വസ്തനാണ്. The slave was very faithful. ആ അടിമയെ പിരിഞ്ഞ് രാജാവ് നിൽക്കില്ല. And he will never keep out the presence of the king. രാജാവ് പറയുന്ന കാര്യങ്ങളൊക്കെയും അതെന്താണ് ഈ അടിമ അല്ലെങ്കിൽ ദാസൻ ചെയ്തു കൊടുക്കും. Whatever is commanded by the king, this slave, this servant immediately carries out implicitly. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. ഒരിക്കൽ രാജാവ് പറഞ്ഞു, once the king told him, നീ എന്റെ വിശ്വസ്തനായ ഒരു അടിമയാണ്. you are my faithful servant. വിശ്വസ്തനായ ഒരു ദാസനാണ്. You are a sincere loyal servant. എല്ലാ കാര്യത്തിലും നീ വിശ്വസ്തനാണ്. You carry out everything faithfully. എങ്കിലും ഞാൻ നിനക്ക് ഒന്നും തന്നിട്ടില്ലല്ലോ. However, I haven't rewarded you. നിനക്ക് വേണ്ടുന്ന എന്താന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചാട്ടെ. Simply ask me what is your need. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. അയ്യോ എനിക്കൊന്നും വേണ്ട. He denied, no, I don't want anything. എനിക്ക് രാജാവിനോട് കൂടെ ഇരുന്നാൽ മതി. Thy Majesty, I want to be at the feet. രാജാവിനെ സ്നേഹിക്കുന്നല്ലോ. You love me. എനിക്ക് രാജാവിനെ ശുശ്രൂഷിക്കാൻ കഴിയുന്നുണ്ടല്ലോ. I am able to serve unto you. ഇല്ല, നീ ചോദിക്കുക ഏത് കാര്യമായാലും ശരി നിനക്ക് തരാം. No, you ask me whatever is your request, I will fulfill it. അപ്പോൾ ആ ദാസൻ പറഞ്ഞു, the servant said, എനിക്കൊരു ആഗ്രഹമുണ്ട്. only one desire. ഒരു ദിവസം രാജാവിന്റെ സിംഹാസനത്തിൽ എനിക്ക് രാജാവായിട്ടിരിക്കണം. Simply for one day I want to be on the throne of the king. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. ഒരു ദിവസം മതി. It's simply one day. രാജാവ് വിചാരിച്ചു ഒരു ദിവസമല്ലേ ഉള്ളൂ. The king thought only one day. അപ്പോൾ ശരി ആകട്ടെ. Okay, let it be. രാജാവ് ദാസനെ സിംഹാസനത്തിലിരുത്തി. The king allowed him to be on the throne. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. രാജാവ് പറഞ്ഞു, the king said, ഇന്ന് യവൻ എന്ത് കൽപ്പിച്ചാലും അത് നിങ്ങൾ ചെയ്യണം. Today whatever is commanded by him, you people must obey him. അവൻ ഇന്ന് ഒരു ദിവസം മാത്രം അവൻ രാജാവാണ്. Only for today he will remain the king. അവൻ എന്ത് കൽപ്പിച്ചാലും അതുപോലെ ചെയ്യണം. Whatever is commanded, that must be executed. സിംഹാസനം കൊടുത്തു. The throne was offered. സിംഹാസനത്തിൽ അവൻ ഇരിക്കുകയാണ്. He got seated on the throne. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. അവിടെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് എന്താണ് പട്ടാള അധികാരികളെ വിളിച്ചു. Sitting on the throne, he summoned the other officials. ഞാൻ ഇന്ന് രാജാവാണ്.
Today I am the king. രാജാവിന്റെ സിംഹാസനത്തിലിരിക്കുകയാണ്. I am on the throne of the king. ഞാൻ ഒരു കാര്യം കൽപ്പിക്കുന്നു. Let me command to one thing. ഇന്ന് ഈ രാജാവിനെ നിങ്ങൾ തൂക്കിലേക്കണം. Today hold this king and execute him. അവനെ കൊന്നുകളയണം. He must be hanged to death. ഉടനെ രാജാവ് പറഞ്ഞു, ഞാൻ നിന്റെ രാജാവല്ലേ? The king responded, I am your king. അങ്ങ് പറഞ്ഞില്ലേ ഇന്ന് എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യണമെന്ന്. He replied, Thy Majesty, you said it today, I am the king. Whatever is commanded by me must be carried out. എന്റെ അധികാരം കൊണ്ട് ഞാൻ കൽപ്പിക്കുന്നു അങ്ങയെ തൂക്കിക്കൊല്ലുവാൻ. I employ my authority, my power. He must be hanged to death. പട്ടാളക്കാർ അനുസരിക്കേണ്ടി വന്നു. The soldiers obeyed. ആ രാജാവിനെ കൊലപ്പെടുത്തി. That king was executed. ഇപ്പോൾ ദാസൻ ഇപ്പോൾ സിംഹാസനത്തിലാണ്. Now the servant becomes the king. He is on the throne. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നിങ്ങൾ ദാസന് സിംഹാസനം കൊടുക്കരുത്. Don't offer the throne to your servant. നിന്റെ ദാസനെ പാപത്തിന്റെ ദാസനെ നിന്റെ വീട്ടിൽ കൂടിക്കൊള്ളരുത്. The slaves of your sin should not be allowed to enter your house. ഒരൊറ്റ ദിവസം മതി ദാസന് നീ നിന്റെ ഹൃദയത്തിന് ഈ പാപത്തിന് നീ അല്ലെങ്കിൽ ഇടം കൊടുത്താൽ ആ പാപം നിന്നെ നിശ്ചയമായും കൊല്ലും. If you allow this sin, which is a slave, to find place in your heart simply for one day, that will completely hang you, kill you. നീ മോഹത്തിന് നീ ഇടം കൊടുത്താൽ നിശ്ചയമായും ആ മോഹം നിന്നെ നിശ്ചയമായും കൊന്നുകളയും. If you kill room for the slave, that is lust. Indeed, that will finish you. നിന്റെ ജീവിതത്തെ പണിയുവാൻ കഴിയില്ല. You cannot build your life. ഒരിക്കലും നീ പാപത്തിന് ദാസനായി തീരരുത്. Don't be a slave unto sin anymore. നീ ജഡജീവിതത്തിന് ദാസനായി മാറരുത്. Don't be a slave to your flesh. ഈ ലോകത്തിലായിരിക്കുന്ന ദൈവമക്കളെ ഫാഷനും മോഡലും അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള സംവിധാന വിരുദ്ധമായിട്ട് ഇന്നത്തെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൗവനക്കാരെ ദൈവമക്കളെ ഒരിക്കലും നീ അതിന് അടിമയായിട്ട് തീരരുത്. The present generation is getting destroyed by the fashions, forms, fantasies of the world. Beloved people of God, particularly youngsters, be not slaves to the customs of the world. രാജാവ് ദാസനെ സിംഹാസനത്തിലിരുത്ത് അവന്റെ ജീവിതം അവസാനിച്ചു പോലെ നീ പാപത്തിന് ദാസനായി പാപത്തിന് ലോകത്തിന് മോഹങ്ങൾക്കും നീ ഇടം കൊടുത്തിട്ട് നിന്റെ ഹൃദയത്തിൽ അതിന് വസിപ്പാൻ നീ ഇടം കൊടുത്താൽ നിശ്ചയമായും അവൻ നിന്നെ കൊല്ലും. As the king had offered his throne to the slave, he got seated, he killed the king. So also, if you give room in your heart for the son to dwell, indeed he will kill your spiritual man. നമ്മുടെ ജീവിതത്തെ നമ്മൾ പണിയുവാൻ സമർപ്പിക്കുന്നെങ്കിൽ നിശ്ചയമായും നമ്മൾ പാപത്തിന് ദാസന്മാരായി മാറരുത്. If we come to houses to building our life, indeed we must not be slaves. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് ആ ദാസത്തിന് വിടുവിക്കുവാൻ, ആ പാപത്തിന്റെ ദാസത്തെ വിടുവിക്കുവാൻ, ലോകത്തിന്റെ മോഹത്തെ വിടുവിക്കുവാൻ, സാത്താന്റെ അധീനതയെ വിടുവിക്കുവാനായിട്ട് നമ്മുടെ യേശു കാൽവരി ക്രൂശിൽ മരിച്ചുവെങ്കിൽ ആ യേശുവിന്റെ കാൽവരി നമുക്ക് ധ്യാനിച്ചുകൊണ്ട് അവന് നമുക്ക് ജയം പ്രാപിക്കാം. Our Lord Jesus Christ died on the cross of Calvary in order to deliver us from the slavery of sin, sickness, curse and devilish forces. Let us meditate on Calvary and let us subdue that slave. കാൽവരിയിൽ നിന്റെ പേർക്കാ തൻ ജീവനെ വെടിഞ്ഞ യേശുവിങ്കൽ വന്നിടുക പാപശാപം നീക്കുവാൻ യേശുവിങ്കൽ പാപശാപം നീക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഇവിടെ സംസാരിക്കൽ എത്ര പാടാനുള്ള അന്തരീക്ഷം പോരാ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തുകയാണ്. കാൽവരിയിൽ നമുക്ക് വേണ്ടി ജീവൻ അർപ്പിക്കപ്പെട്ട കർത്താവായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് നിലവിളിക്കാം. പാപത്തിൽ നിന്നുള്ള മോഹജനം പ്രാപിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് പണിയാം, നമ്മുടെ ജീവിത സ്വഭാവത്തെ നമ്മൾ പണിയാം, നമ്മുടെ കർത്താവിനോട് ചേർന്ന് ആ വിശുദ്ധിയിൽ നമ്മുടെ ജീവിതത്തെ പണിയാം. Let us behold the face of Lord Jesus Christ, who sacrificed his life on the cross of Calvary. Let us disdain, hate our sin. Let us build our life. Let us build houses in holiness and purity. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ക്രിസ്തു നിന്നിലുണ്ടെങ്കിൽ പാപം നിമിത്തമായി ജീവിപ്പാൻ കഴിയും. If Christ is dwelling in you, you can deny your sin. അഥവാ പാപത്തിന് ജയം എടുപ്പാൻ കഴിയും. Otherwise, you can attain victory over sin. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഏതെങ്കിലും നിലയിൽ ദൈവമക്കളെ ആ ദാസന്മാർക്ക് അല്ലെങ്കിൽ പാപത്തിന് ദാസന്മാർക്ക് നിന്റെ ഹൃദയം ഇടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പോർക്കാലം ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ നീ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിസ്സാര കാര്യമായിരിക്കാം. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് രക്ഷാദിനം പ്രാപിപ്പാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായും നിന്റെ ജീവിതത്തെ പണിവാൻ കഴിയും. If at all in any way, if you give a room for the slave which is a sin in your life, tonight, if you regret, make confession to the Lord
you'll be able to find deliverance by the Lord. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തെ നാം പണിയണം. Primarily, we have to build ourselves. അത് പണിയാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, ജീവിതത്തെ പണിയാൻ ആഗ്രഹിക്കുന്നവർ, പണിതുകൊണ്ടിരിക്കുന്നവർ, ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നവർ, ശുദ്ധ മനസ്സാക്ഷിയോടെ ജീവിച്ച ദൈവമക്കൾ, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, സാത്താന്റെ ബന്ധനങ്ങളെ അടിച്ച് ആ ദാസത്തിൽ നിന്നുള്ള മോചനം പ്രാപിച്ച് കർത്താവിൽ കൂടെ ആ വിശുദ്ധിയിലും നിർമ്മലയും ജീവിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ നിശ്ചയമായി കര ഉയർത്തി ശക്തമായി ഒരു അന്യന് പറയട്ടെ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ നാം പണിയണം. People of God, we must build our life. രണ്ടാമതായിട്ട് Secondly, വിശുദ്ധന്മാർ സഭയെ പണിയണം. the saints should build the church. അതിനാണ് ദൈവമക്കളെ അപ്പോസ്തലന്മാരെ ദൈവം തിരഞ്ഞെടുത്തത്. For the same purpose, the Lord has elected the apostles. 2 കൊരിന്ത്യർ 10:8 2 Corinthians chapter 10 verse number 8. ഇടിച്ചു കളവാനല്ല പണിവാനത്രേ. നിങ്ങളെ ഇടിച്ചു കളവാനല്ല പണിവാനത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരത്തെ കുറിച്ച് ഒന്നധികം പ്രശംസിച്ചാലും ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിന് മഹത്വം. Glory be to the Lord. വിശുദ്ധ പൗലോസ് തന്നെ അനുഗമിക്കുന്ന ശുശ്രൂഷക്കാരോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ഇടിച്ചു കളവാനല്ല പണിവാനത്രേ ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. Saint Paul says unto his disciples and the followers, I have called you not for destruction but unto construction. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, വിശുദ്ധ അപ്പോസ്തലൻ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ എന്താണ്? What is the ministry of the apostles? അവർ സഭയെ പണിയുക എന്നുള്ളതാണ്. They are building the church. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, സഭയെ പണിയുവാനായിട്ടാണ് അപ്പോസ്തലന്മാരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. The people of God, God has chosen the apostles in order to build the church. 1 കൊരിന്ത്യർ 13:10 കാണുന്നല്ലോ. 1 Corinthians chapter 13 verse 10. 1 കൊരിന്ത്യർ 13:10 Verse 10. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ 2 കൊരിന്ത്യർ 13:10 Second correction, 2 Corinthians. 1 കൊരിന്ത്യർ 3:10 13:10 വിശുദ്ധ പൗലോസ് പറഞ്ഞു, ഞാൻ വന്ന് എത്തിയാൽ പണിയുവാനായിട്ട്. 1 കൊരിന്ത്യർ 3:10 എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. Let every man take heed how he buildeth thereupon. അപ്പോസ്തലന്മാരുടെ പണി എങ്ങനെ? What's the nature of the building of the apostles? സകലമുറ്റി കർത്താവിനെ പിൻഗമിക്കുന്ന ശുശ്രൂഷയുടെ പണി എന്താണ്? The workers who abnegated everything and followed the Lord, what kind of building they do? ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. പണിയുവാനായിട്ടാണ്, തകർച്ചു കളയാനായിട്ടല്ല, പണിത് ഉറപ്പിക്കാനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. God has called us not to destroy but to edify, construct strongly. പൗലോസ് പറയാണ്, Saint Paul says, ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നിശ്ചയമായും പണിയും. once I come indeed I build up. ഞാൻ വന്നെത്തിയാൽ ഞാൻ എത്ര വാക്യം? 2 കൊരിന്ത്യർ 13:10 ഞാൻ വന്നെത്തിയാൽ 13:10 ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളവാനല്ല പണിവാനത്രേ കർത്താവ് തന്ന അധികാരത്തിന് അധികാരത്തോടെ ഖണ്ഡിതം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് ദൂരത്ത് നിന്ന് ഇത് എഴുതുന്നു. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഞാൻ വന്നാൽ പണിയാം. If I come I'll build. ഇടിച്ചു കളയുവാനല്ല, not for destruction, തകർച്ചു കളയുവാനായിട്ടല്ല, not for crumbling, ദൈവത്തിന്റെ സഭയെ പണിവാൻ, to build the church of God. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. എങ്ങനെയാണ് പണിയുന്നത്? How is it built? ക്രിസ്തുവിൽ കൂടെ, through Christ. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. സഭ പണിയുമ്പോൾ, സഭയെ പണിയുമ്പോൾ, when a church is being built, ശരിയായ ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം. there must be the sure foundation. അവർ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനത്തിന്മേൽ പണിയുന്നു. They built upon the foundation, the apostles and the prophets. എഫെസ്യലേഖനം 2:20 വായിക്കുന്നു, പ്രവാചകന്മാർ ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ, അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്നു. Ephesians chapter 2 verse 20 we read that it is built upon the foundation, the apostles and the prophets. Jesus Christ himself is the chief cornerstone. അപ്പോസ്തലന്മാർ ഇല്ലെങ്കിൽ സഭയല്ല. If there is no apostle, it's not the real church. വായിക്കും. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. In whom all the building fitly framed together groweth unto a holy temple. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ വിശുദ്ധ മന്ദിരമായിട്ട് വളരുന്നു.
Beloved people of God, being built up as a holy habitation. ക്രിസ്തു പരിശുദ്ധനാണ്, Christ is holy. പാപം ചെയ്യാത്തവനാണ്, He didn't commit sin. പാപം അറിയാത്തവനാണ്, He didn't know sin. നിർമ്മലനായ യേശുവാണ്, He was a pure Jesus. ലോകം ജഡപിശാചിനെ ജയിച്ചവനാണ്. He overcame the flesh, world and the devil. ആ ജയിച്ചവനായ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് അധികാരം കൊടുക്കുന്നു. Lord Jesus Christ, the conqueror, delegates powers to the disciples. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. യേശു ഉയർത്തിയതിനു ശേഷം ഫസ്റ്റിലെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. Following the resurrection of Lord Jesus Christ, he appeared to the disciples. ഒന്നാമത് കൊടുക്കുന്ന ഉപദേശമാണ് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം. Matthew's Gospel chapter 28, the last portion is the first instruction given to them. നിങ്ങൾ പുറപ്പെട്ട് സകല ജനത്തെ ശിഷ്യരാക്കണം. You must go and make people my disciples. യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്തു. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ഒന്നാമതായി ശിഷ്യന്മാർ പ്രത്യക്ഷത്തിന് ശേഷം ദൈവമക്കളെ കൊടുക്കുന്നതായ അധികാരമാണ്, ശിഷ്യന്മാർ കൊടുത്ത അധികാരമാണ് വായിച്ചു കേട്ടത്. Following the resurrection of Lord Jesus Christ, he appeared to the disciples first. This is a first authority the Lord is delegating to his apostles. കത്തോലിക്ക ബൈബിളിൽ മറ്റും എഴുതിയിരിക്കുന്നത് ശിഷ്യരാക്കി അവരെ സ്നാനം കൊടുക്കണം. In Catholic Bible it is written, make them disciples, then baptize them. എന്ന് പറഞ്ഞാൽ അവരെ ശിഷ്യരാക്കണം. Which means make them ദൈവവഴി കൊണ്ടുവരണം. Bring unto the ways of God. ദൈവപാതയെ കൊണ്ടുവരണം. Bring to the path of God. ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരണം. Bring to the foundation of ആ God. ക്രിസ്തുവിന്റെ വിശുദ്ധിയുടെ ആത്മാവിൽ കൊണ്ടുവരണം. Bring to the spirit of holiness of Jesus. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്ന ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിൽക്കുന്ന സുവിശേഷം ദൈവം അപ്പോസ്തലന്മാരെ പരിമേൽപ്പിച്ചു. That's why we read in the book of Colossians, the Lord has given this ministry under the apostles, which makes everybody perfect in Christ Jesus. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ ദൈവമക്കളെ നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്, പണിവാനായിട്ടാണ്, തകർക്കാൻ വേണ്ടിയല്ല. These days the word of God that is shared with you, in order to build you, in order to strengthen you, and not to destroy you. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ഞാൻ നിങ്ങളോട് സുവിശേഷം അറിയിക്കുന്നു. That's why Saint Paul says, according to the grace which the Lord has given me, let me preach this gospel to you. അത് ഇടിച്ചു കളവാനായിട്ടല്ല, it is not to push down, പണിവാനായിട്ട്, rather to build up, പണിത് നിങ്ങളെ ഉറപ്പിക്കുവാൻ, not to ground you. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അതുകൊണ്ട് ദൈവമക്കളെ സഭയിൽ പ്രധാനമായിട്ട് 5 ഉദ്യോഗസ്ഥന്മാരെ കാണാൻ കഴിയുന്നു. In the church, importantly, we come across 5 branches of officers. അപ്പോസ്തലൻ, പ്രവാചകൻ, prophet, സുവിശേഷകൻ, evangelist, ഇടയൻ, shepherd, ഉപദേഷ്ടാവായി, and the teacher. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. 5 വിധമായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ സഭയിൽ ഉണ്ടായിരിക്കണം. The church, there should be these 5 branches of officers. അതാണ് സഭ. That's a real church. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് അപ്പോസ്തലൻ. The most important is the apostle. അപ്പോസ്തലന്റെ ഉപദേശം എന്താണ്? What's apostle doctrine? പൊടിച്ചു കളയാനല്ല, it is not to destroy, പണിവാനായിട്ട്, but to edify. അതാണ് സുവിശേഷത്തിന്റെ മർമ്മം. That's the mystery of the gospel. വിശുദ്ധ പൗലോസ് പറയുന്നത്, what does Saint Paul say? സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുവാൻ ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കേണ്ടതിന് നിങ്ങളും എന്നെ പ്രാർത്ഥനയിൽ സഹായിക്കണമെന്ന് ദൈവജനത്തോട് വിശുദ്ധ പൗലോസ് പറയുകയാണ്. He is beseeching the people of God to uphold him in prayer, whereupon he will have the strength to boldly proclaim the word of God unto the followers. ദൈവത്തിന് മഹത്വം. Glory be to the Lord. സുവിശേഷത്തിന്റെ മർമ്മം, mystery of the gospel. ദൈവമക്കളെ, മർമ്മം എന്ന് പറയുമ്പോൾ രഹസ്യം, ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. Mystery, let me reveal you a secret. എന്താണ് ഈ രഹസ്യം? What is this mystery? അത് ക്രിസ്തുവിലുള്ള വിശുദ്ധിയുടെ മർമ്മമാണ്. That is a holiness that is in ക്രിസ്തുവിന്റെ Christ. ദിവ്യ സ്വഭാവത്തിന്റെ മർമ്മമാണ്. Mystery of the divine character of Christ. അവന്റെ താഴ്മയുടെ മർമ്മമാണ്. Mystery of the humility of ക്രിസ്തുവിന്റെ Christ. സ്നേഹത്തിന്റെ മർമ്മമാണ്. The mystery of the love of Jesus. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് താരതമ്യം പഠിക്കുമ്പോൾ നമുക്ക് 4 വിധമായ കാര്യങ്ങൾ ചിന്തിപ്പാൻ കഴിയുന്നുണ്ട്. When we analyze the character of Lord Jesus Christ, we notice 4 branches of perfection in him. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ക്രിസ്തു ആരാണ്? Who is Christ? നമുക്ക് സുവിശേഷത്തിൽ ചിന്തിക്കുമ്പോൾ 4 വിധമായിരിക്കുന്ന അനുഭവങ്ങളിൽ കൂടെ നമുക്ക് പൂർണ്ണത പ്രാപിപ്പാൻ കഴിയുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. In the light of the gospel, we understand 4 kinds of perfection we can notice in Jesus Christ. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ക്രിസ്തുവിന്റെ 4 വിധമായിരിക്കുന്ന സ്വഭാവങ്ങൾ, 4 branches of perfection of Christ.
മർക്കോസ് വിശേഷം Mark's 9-ാം Gospel, അധ്യായത്തിന്റെ 24-ാം വാക്യം. Mark's Gospel chapter 9 verse 24. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 9-28-ാം വാക്യം. സിംഹം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന്റെ പൂർണ്ണതയെ കാണിക്കുകയാണ്. Lion speaks about the perfection of faith. ക്രിസ്തുവിന്റെ 4 വിധമായ സ്വഭാവം. ഒന്ന് സിംഹമുഖം, 4 kinds of perfection of Christ. One 2 speaks കാളമുഖം, of- first one a face of lion, second face of bull, മനുഷ്യമുഖം, third one a human face, 4 കഴുകൻ മുഖം. fourth eagle. ഈ 4 വിധമായിരിക്കുന്ന പൂർണ്ണത വെളിപ്പെടുത്തുകയാണ്. These 4 speak about 4 branches of perfection. വിശ്വാസത്തിന്റെ പൂർണ്ണത, A perfection faith, അനുസരണത്തിന്റെ പൂർണ്ണത, perfection obedience, സ്നേഹത്തിന്റെ പൂർണ്ണത, perfection in love, വിശുദ്ധിയുടെ പൂർണ്ണത. perfection in ഈ holiness. 4 വിധമായിരിക്കുന്ന പൂർണ്ണതയും പ്രാപിക്കണമെങ്കിൽ ദൈവമക്കളെ അപ്പോസ്തലിക ഉപദേശപ്രകാരം, അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം മാത്രമേ മനുഷ്യനെ തികവിലേക്ക് എത്തിക്കുവാൻ കഴിയുള്ളൂ. If a person is to attain these 4 phases of perfection, that can be effected only by the apostolic doctrine. എന്താണ് ക്രിസ്തുവിന്റെ പൂർണ്ണത? What is the perfection of Christ? വിശ്വാസത്തിന്റെ പൂർണ്ണതയാണ്. Perfection of faith. ദൈവസഭയ്ക്ക് ആ അനുഭവം ഉണ്ടാകണം. The Church of God should evolve that experience. വിശ്വാസത്തിന്റെ പൂർണ്ണത ദൈവസഭ പ്രാപിക്കണം. The Church of God should evolve the perfection in faith. വിശ്വാസത്തിൽ തികഞ്ഞവരായിട്ട് മാറണം. We must become full in faith. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ഇന്നത്തെ ദൈവമക്കളുടെ പഠിക്കുമ്പോൾ വിശ്വാസം ത്യജിച്ചു പോവുകയാണ്. Today when we examine the case of the faith, people have gone, they deny their faith. വിശ്വാസം എന്താണെന്ന് പോലും ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല. The first generation does not know what is this faith. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. വിശ്വാസം ത്യജിച്ച് ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറ്റേതെങ്കിലും വഴികൾ തേടുകയാണ്. There is apostasy when they come across sicknesses. They seek human remedy. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, നമ്മുടെ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ സമ്പന്നത പ്രാപിക്കണം. Well, our people of God, we must attain perfection in faith. പ്രിയ സഹോദരന്മാരെ, കേൾപ്പീൻ. ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ നിങ്ങൾ സമ്പന്നരാക്കി മാറ്റുന്ന ദൂതാണ് ദൈവമക്കളെ അപ്പോസ്തലന്മാർ കൊടുത്തിരിക്കുന്നത്. Beloved brother in Christ, apostles have been committed with the responsibility of making the poor people who are in the spirit rich. മനുഷ്യത്തിൽ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? When the Son of Man comes, will he see faith on the earth? വചനം കേട്ടിട്ട് കൈയടിച്ചിട്ട് പോയാൽ പോരാ. It is not simply listen to the word of God, clapping the ഈ hands and ദിവസങ്ങളിലൊക്കെ going നമുക്ക് away. ശ്രേഷ്ഠമായ വചനങ്ങൾ ശ്രമിക്കുകയുണ്ടായി. These days, precious word of God has ഓ, been വചനം shared in this കൊള്ളാവുന്ന part of the കൊല്ലരുത് land. പറഞ്ഞ് പോകുകയല്ല. It is not simply hearing the word of God, forgetting and going. എനിക്ക് വിശ്വാസത്തിൽ വളരണം. I must grow in faith. വിശ്വാസത്തിൽ ആരോഗ്യം പ്രാപിക്കണം. I must become strong in faith. വിശ്വാസത്തിൽ തികവ് പ്രാപിക്കണം. I must attain perfection in faith. അത് ആഗ്രഹിക്കുന്നവർ കരങ്ങളി ഉയർത്തി അന്യന് പറയാമോ? ഇനിയുള്ള കാലഘട്ടം മുഴുവനും ഞാൻ വിശ്വാസത്തിൽ ജീവിക്കും. The remaining days of my life, I'll hold fast this faith. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, വിശ്വാസമില്ലെങ്കിൽ ഒന്നുമില്ല. Well, but people have gone, there's no faith practically. വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവമക്കളെ അവിടെ ആരോഗ്യമുണ്ട്. If there is faith in your life, you are strong enough. വിശ്വാസം ഉണ്ടെങ്കിൽ നിശ്ചയമായി അവിടെ കൃപ വ്യാപരിക്കും. If there is faith in life, indeed, grace shall make its operation. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? Let me ask you, do you have this faith? വിശ്വാസമുണ്ടെങ്കിൽ നിശ്ചയമായും ഇന്ന് ഈ നിമിഷം ഒരൊറ്റ നിമിഷം മാത്രം, 1 മിനിറ്റ് മാത്രം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് നിലവിളിക്കാം. വിടുതൽ നൽകുന്ന കർത്താവിന്റെ കാര്യം ഇന്ന് രാത്രികാലം നീട്ടാൻ പോകുകയാണ്. If there is faith in your life, simply for 1 minute, lift your eyes unto the face of the Lord, cry unto the Lord. The Lord is going to command deliverance tonight. ഞാൻ വിശ്വസിക്കുന്നു. I believe. എന്റെ യേശുവിനെ സൗഖ്യമാക്കും. My Jesus will heal ഞാൻ me. വിശ്വസിക്കുന്നു. I do believe. എന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാകും. There is remission for my ഞാൻ sins. വിശ്വസിക്കുന്നു. I believe. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് ഉണ്ടായിരിക്കും. The presence of Jesus shall follow me. അവന്റെ കരം തൊട്ട് എന്നെ ഇന്ന് രാത്രികാലം സൗഖ്യമാക്കും. Tonight, he will touch me with his hands and command deliverance. വിശ്വസിക്കുന്നവർ Those who believe. 1 മിനിറ്റ് 1 minute only. വിശ്വാസമുണ്ടെങ്കിൽ, If there is faith in you, ഏതെങ്കിലും വ്യാധിക്കാരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, if anybody has come here being sick, ദൈവമക്കളെ അവരുടെ കരം ഒന്ന് ഉയർത്താമോ? child of God, can you lift up your hand? വെറുതെ കരം ഉയർത്തണ്ട. Without any purpose, വിശ്വാസം don't ഉണ്ടെങ്കിൽ lift up your hand. നിശ്ചയമായും If there is faith truly, ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നീട്ടാൻ പോകുകയാണ്. the Lord is going to stretch out his hand of miracle. വിടുവിക്കുന്നവൻ ഇന്ന് രാത്രിക്കാലം വന്നിട്ടുണ്ട്. The deliverer has come to meet right now. എന്റെ യേശുവിനെ സൗഖ്യമാക്കും. My Jesus will heal എന്റെ me. കർത്താവിനെ നിശ്ചയമായി സൗഖ്യമാക്കും. My Lord shall truly heal me. വിശ്വസിക്കുന്നെങ്കിൽ, If you believe, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നെന്ന് ശക്തമായി പറയാമോ? cry, oh Lord, I do believe.
ശക്തമായി പറഞ്ഞാട്ടെ. Come on, shout it. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. Cry, oh Lord, എന്റെ I believe. കർത്താവ് എന്നെ ഇന്ന് രാത്രിക്കാലം സൗഖ്യമാക്കി അയക്കും. Tonight, oh Savior, heal me and send me back. എന്റെ സകല പരാജയത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയും. I can for deliverance from all my defeat. നമ്മുടെ കരം ഉയർത്തട്ടെ. Let us lift our hands ശക്തമായി powerfully. എന്റെ കരം ഉയർന്നിരിക്കട്ടെ. Keep your hand upright. കരം ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? Lift your hand. Can you pray to the Lord for a minute? ഇന്ന് രാത്രികാലം Tonight, യേശുവിന്റെ കരത്തൊട്ടിനെ സൗഖ്യമാക്കാൻ പോകുകയാണ്. Jesus will touch you with his hand and command the healing. ഞാൻ വിശ്വസിക്കുന്നു. I believe നീ വന്നതുപോലെ മടങ്ങി പോകത്തില്ല. you will not go back as you come here. നിന്റെ ബലഹീനമായ ശരീരത്തെ ഇന്ന് രാത്രികാലം നീക്കാൻ പോകുകയാണ്. Your feeble body is going to be quickened tonight. ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും പരാജയപ്പെടുത്താൻ പോകുകയാണ്. All the devices of the enemy are going to be defeated. ഞാൻ വിശ്വസിക്കുന്നു. I believe. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. യേശുവിന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യത നിന്നിൽ വ്യാപരിക്കാൻ പോകുകയാണ്. If there is faith in Jesus, the power of God is going to touch you. വിശ്വാസം ഉണ്ടെങ്കിൽ If there is faith, ഈ മലയോട് നീങ്ങി കടലിൽ നട്ടുപോകുന്ന സംഭവിക്കും. if you command the mountain depart, go to the sea, it's going to go by implicitly. ഓരോ മീറ്റിങ്ങിനും കൈയോർത്തിയുടെ അർത്ഥമില്ല. No meaning just for name saying. ഇന്നലെ കൈയോർത്തിയവർ ഇന്നും കൈയോർത്തി കാണും. Those who lifted hand yesterday, today you might lift the hand. ഒരു പ്രാവശ്യം കൈയോർത്തിയാൽ നിനക്ക് നീ കൈയോർത്തിന് വരത്തില്ല. ഇന്ന് രാത്രി കർത്താവിന്റെ കരം നീട്ടി ഇത് അതിനെ തൊട്ട് വിടുവിക്കാൻ പോകുകയാണ്. നിന്റെ വിശ്വാസത്തിന് നേരെ കർത്താവിനെ സൗഖ്യമാക്കാൻ പോകുകയാണ്. With the faith, if you lift your hand simply once, thereafter no need to lift the hand again. The Lord is going to touch you. The Lord is going to heal you. The Lord is going to deliver you tonight. നീ പാപത്തിന് അടിമയായിരിക്കാം. You may be enslaved to sin. ശാപത്തിന് അടിമയായിരിക്കാം. You may be addicted to curse. സൂത്രപ്രയോഗത്തിന് അടിമയായിരിക്കാം. You may be enslaved to the power of charm. മന്ത്രവാദ ശക്തിക്ക് അടിമയായിരിക്കാം. You may be the power of witchcraft. ദൈവത്തിൽ ആത്മാവ് സംസാരിക്കുന്നു. The Spirit of God is talking. നിന്നെ ഇന്ന് രാത്രിക്കാലം സ്വതന്ത്രനാക്കാൻ പോകുകയാണ്. Tonight you are going to be liberated. ഇനി ആ സാത്താന്റെ പോരാട്ടമില്ല. No more the struggle of the enemy. ആ ലോകത്തിന്റെ പോരാട്ടമില്ല. No more the struggle of ആ sickness. ശത്രുവിന്റെ പോരാട്ടം ഒരിക്കലും ഉണ്ടാകത്തില്ല. No more the fight of the enemy. ദൈവത്തിന്റെ ശക്തി നിന്നെ വ്യാപരിക്കുമ്പോൾ അന്ധകാര ശക്തി വിട്ടു മാറും. When ദൈവമക്കളെ, the power of God is working you, the power of darkness is dispelled. ഹല്ലേലൂയ. Praise the Lord. ഇന്ന് രാത്രികാലം നീ ഫസ്റ്റിന് വന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, പുതിയ ആത്മാവായിരിക്കാം. Tonight you may be a new soul who has come here with sickness. യേശു നിന്നെ തൊടാൻ പോകുകയാണ്. Jesus is going to touch you. നിന്റെ ഏതെങ്കിലും രോഗത്തിന്റെ കാഠിന്യത്താൽ നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ കർത്താവ് നിന്റെ ശക്തിയുടെ വചനത്തെ അയച്ച് നിന്നെ വിടുവിക്കാൻ പോകുകയാണ്. നീ ഇവിടെ പോകുമ്പോൾ നീ പോയി ഡോക്ടറേക്ക് പോയി പരിശോധിച്ച് നോക്കിക്കോ. നിനക്ക് ശരീരത്തിന് ഒരിക്കലും രോഗം ഉണ്ടാകത്തില്ല. യേശു നിന്നെ തൊട്ടിരിക്കുകയാണ്. With this chronic sickness, you may be suffering from excruciating pain. Just go after the meeting, check up with the doctor. God has touched you. You cannot find that sickness in your body anymore. എന്റെ കർത്താവിനെ തൊട്ട് സൗഖ്യമാക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ശക്തമായിട്ട് ശത്രു രക്ഷിക്കുമാറ് കര ഉയർത്തി അന്യന് പറയട്ടെ. ദൈവത്തിന് മഹത്വം. Let all glory to ദൈവമക്കളെ, God. നമ്മൾ ക്രിസ്തുവിന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണത നമ്മൾ പ്രാപിക്കണം. Well, but people of God, we must get the perfection of the faith in Christ. ദൈവത്തിന് സ്തോത്രം. Praise be to the അതുപോലെ Lord. ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളെ അനുസരിക്കാനുള്ള ഒരുക്കം നമുക്ക് വേണം. Accordingly, we must the preparation to obey the truth of the word of God. അനുസരണത്തിന്റെ പൂർണ്ണത നമ്മൾ പ്രാപിക്കണം. We must attain the perfection of obedience. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, സ്നേഹത്തിന്റെ പൂർണ്ണത നമ്മൾ പ്രാപിക്കണം. In furtherance, get the perfection of love. വിശുദ്ധിയുടെ പൂർണ്ണത നമ്മൾ പ്രാപിക്കണം. Also, attain the perfection of holiness. കാരണം നമ്മുടെ കർത്താവ് വിശുദ്ധിയിൽ മഹിമയുള്ളവനാണ്. Our God is glorious in holiness. ആ വിശുദ്ധിയിൽ മഹിമയുള്ള കർത്താവായ യേശുവിനോട് കൂടെ നമുക്ക് ദൈവമക്കളെ വിശുദ്ധി പ്രാപിച്ച് അവന്റെ സിംഹാസനത്തിരിപ്പാൻ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. Let us all together stand ourselves to have the perfect holiness with the Saint Jesus Christ who is glorious in holiness. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, നമ്മുടെ അപ്പോസ്തലന്മാര് പണിയട്ടെ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കട്ടെ. നമ്മുടെ സ്വഭാവ വചനപ്രകാരം നമുക്ക് ജീവിതത്തെ ക്രമീകരിക്കാം. യേശുവിലേക്ക് നമുക്ക് അടുക്കാം. നമ്മുടെ യേശു വലുതായിട്ട് നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. Well, our people of God, may the saints of God build our life. Let us set correct ourselves, get the holiness from Lord Jesus Christ,
be prepared, get ready, and wait for the coming of Jesus. ദൈവത്തിന് മഹത്വം. Glory be to the Lord. അപ്പോസ്തലപ്രവൃത്തി 7:49 വാക്യത്തിൽ വായിക്കുമ്പോൾ Acts Apostles chapter 7 verse 49. സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. സ്വർഗ്ഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് നിങ്ങൾ വിധം, പണിയുന്ന ആലയം ഏത് വിധം, എന്റെ വിശ്രമ സ്ഥലവും ഏത്, എന്റെ വിശ്രാമ സ്ഥലം ഏത്, ഇതൊക്കെയും എന്റെ കയ്യല്ലോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവത്തിന്റെ വിശ്രാമ സ്ഥലം ഏതാണ്? Which is the place of rest of God. ഞാനും നിങ്ങളുമാണ്. I and you. കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുന്ന ദൈവമക്കളെ കർത്താവ് നമ്മിൽ വിശ്രമിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. If you offer a heart unto the Lord is willing to rest in our heart. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ അതുകൊണ്ടാണ് അടിസ്ഥാനം മുതൽ ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ വളരണം. That's why from the foundation maintain the fellowship with Lord Jesus Christ and grow. ഈ അടിസ്ഥാനത്തിൽ മറ്റ് ആരെങ്കിലും ഏതെങ്കിലും കൊണ്ടുവന്നാൽ ഒരിക്കലും അത് പണി നടക്കുകയില്ല. Upon this foundation, if a stranger comes with something else, that construction cannot be carried out. 1 കൊരിന്ത്യർ 3:11 വാക്യം മുതൽ വായിക്കുമ്പോൾ 1 Corinthians chapter 3 verse 11. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ, യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. The work of each shall be manifested. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. കർത്താവ് നൽകിയിരിക്കുന്ന പ്രമാണം അനുസരിച്ചല്ലാതെ മറ്റൊരാള് മറ്റു വിധത്തിൽ കൂടെ, വേറൊരു മാർഗത്തിൽ കൂടെ, കർമ്മ മാർഗത്തിൽ കൂടെ, ദൈവമക്കളെ മറ്റ് ഏതെങ്കിലും മാർഗത്തിൽ കൂടെ പണിയുന്നെങ്കിൽ ആ പണി ഇതിനോട് ഒത്തുവരികയില്ല. Except the law that the Lord has given us, if you do that building through your actions, through your deeds, through some of the works of some stranger or a saint, this cannot be a good building. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ മേൽ പണിയണം. You must build upon the foundation that Christ had laid. അതിനെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ രാത്രികളിൽ ഒന്നാം ദിവസം ചിന്തിക്കുകയുണ്ടായി. On the first evening we got the opportunity to listen to the message about the saints. ശരിയായ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ പണിയണം. We must build upon the sure foundation. മാനസാന്തരത്തിൽ കൂടെ, through repentance, സ്നാനത്തിൽ കൂടെ, through water baptism, അഭിഷേകത്തിൽ കൂടെ, through baptism, വിശുദ്ധീകരണത്തോടു കൂടെ, through sanctification, ജീവിതത്തിൽ through life of separation, ശുദ്ധീകരണത്തോടുകൂടെ, കഷ്ടതയുടെ, through the experience of sufferings. ദൈവമക്കളെ അപ്പോസ്തലിക പ്രമാണത്തിൽ നമ്മൾ നിലനിൽക്കണം. We must abide on apostolic doctrine. ഈ അടിസ്ഥാനത്തിൽ അല്ലാതെ വേറൊരു അടിസ്ഥാനം നമ്മൾ ഒരിക്കലും കൊണ്ടുവരരുത്. And without this foundation, do not lay upon another. ഒരു പൊടിക്കടും പിന്നെ കൊണ്ടുവരരുത്. Do not bring upon any other object. കൊണ്ടുവന്നാൽ if you bring, ആ പണി ഒരിക്കലും പൂർത്തീകരിക്കാൻ കഴിയില്ല. You can never perfect that work. നോഹയുടെ കാലത്ത് during the days of Noah, ജനത്തെ നശിപ്പിച്ചു. The people are destroyed with the flood. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഇതാണ് ഒരു വലിയ ഗോപുരം പണിയാൻ ആഗ്രഹിച്ചു. And the people who wanted to build a tower. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. എന്താ സംഭവിച്ചത്? What happened? ദൈവഹിത പ്രകാരമുള്ള പണിയല്ലായിരുന്നു. It was not according to the will of God. ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് ഭാഷ കലക്കിക്കളഞ്ഞു. God came down, confounded the tongue. ഇന്ന് അനേക ജീവിതത്തിലെ ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ലാത്ത പണിയാണ് നടക്കുന്നെങ്കിൽ നിശ്ചയമായി അതുകൊണ്ടാണ് ദൈവമക്കളെ പല ഭവനങ്ങളിലും കലക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. In your family, if you do this building not with the purpose of God, will of God, there is a trouble confounding in your life. ക്രിസ്തുമായിട്ടുള്ള ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് രാജ്യത്തിൽ എവിടെ നോക്കിയാലും കലഹമാണ്. As there is no fellowship with Lord Jesus Christ, in any part of the world we notice only violence and riot. അവരവരുടെ ആത്മാവ് അവരവരുടെ ജ്ഞാനത്തിന് ബുദ്ധിയിലൊക്കെയും പണിയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷേ ആ പണിയൊന്നും നടക്കത്തില്ല. People are thirsty for doing this building according to wisdom and intelligence. Alas, this is not going to be successful. ക്രിസ്തു എന്ന വചനത്തിൽ ദൈവമക്കളെ പണിയണം. He must build upon the word which is Christ. അവരുടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം ഞുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോകുന്ന അപ്പോസ്തലത്തിൽ 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തിൽ കാണുന്നു. Acts chapter verse 42, we read that they hearkened to the advice of the apostles, took part the break of the bread, engaged in prayer, and followed the ways of the apostles. ഏതെങ്കിലും കൂട്ടായി പോയതുകൊണ്ടെന്ന് അർത്ഥമില്ല. No meaning in attending some fellowship. എവിടെങ്കിലും പോയി കൈയടിച്ചുകൊണ്ട് അർത്ഥമില്ല. To go to clap and drum somewhere, no meaning. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അപ്പോസ്തലന്മാർ പണിയട്ടെ. May the apostles build. അപ്പോസ്തലന്മാർക്ക് ലഭിച്ച വെളിപ്പാട് പ്രകാരം പണിയട്ടെ. May the apostles build according to the revelation they received. ദൈവത്തിന് സ്തോത്രം. Praise be to ഈ the Lord. അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ ഈ മക്കളെ പ്രതീക്ഷിക്കപ്പെട്ട ശുശ്രൂഷകരാണ്.
this apostle is a consecrated, committed servant of God. സകലത്തെ വിട്ട് കർത്താവിനെ മാത്രം പിൻഗമിക്കുന്ന ശുശ്രൂഷകരാണ്. The workers who have forsaken everything, simply following Jesus alone. ലോകമോഹസ്ഥാനങ്ങളൊന്നും നമുക്ക് വേണ്ട. Let us cast away the covetable position of the ഒരു world. കാര്യം മാത്രം, Only one thing, ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം. to present every man perfect in Christ Jesus. ഈ ലോകത്തിന്റെ പിന്നാലെ, ധനത്തിന് പിന്നാലെ, വഞ്ചനയുടെ പിന്നാലെ, സമ്പാദ്യത്തിന് പിന്നാലെ പോകുന്ന മാർഗമല്ല ക്രിസ്തുവിന്റെ മാർഗം. The way of grace is not one running after the world, running after the riches, running after the treasures, running after position. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, നമ്മുടെ പണിയുന്നത് ആ വിശുദ്ധിയുടെ ആത്മാവിൽ പണിയണം. People of God, be built in the spirit of holiness. ഞാൻ പറയുന്ന സമയം പോയതുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ആ വിഷയം നിർത്തുകയാണ്. As time is ticking by, let me skip on to the next point. ദൈവത്തിന് സ്തോത്രം. Praise be to the ആ Lord. സഭ പണിയുന്നതിനെ കുറിച്ച് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ പല സത്യങ്ങൾ, മർമ്മങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു. Coming to the book of Exodus, we read about plenty of tools in connection with the building. സമാഗമ കൂടാരം പണിയുമ്പോൾ എപ്രകാരം ഏതു നിലയിൽ പണിയണമെന്ന് അവിടെ വ്യക്തമായി പറയുന്നു. In clear terms, it is mentioned as to the fashion which tabernacle, the congregation, must be built. ദൈവം മോശയ്ക്ക് കൊടുത്ത പ്ലാൻ പ്രകാരം തന്നെ കൂടാരം ഉണ്ടാക്കി. According to the pattern given to Moses by God, he built it. ദൈവത്തിന് സ്തോത്രം. Praise be to the ദൈവമക്കളെ, Lord. സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും അവിടെ ചെയ്തില്ല. മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ, മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ എന്ന് പലയിടത്തായിട്ട് വായിക്കാൻ കഴിയുന്നുണ്ട്. He did not do anything according to his own will. Repeatedly it is mentioned, as God can command it to Moses, God can direct it to Moses, God can instruct it to Moses, he did it. സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ആലോചനപ്രകാരം, സ്വന്തം ബുദ്ധി, സ്വന്തം ജ്ഞാനങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിച്ച് പണിയല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നിലവിളിച്ച ദൈവമക്കളെ, പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ആലോചന കൊടുത്ത് ആ സഭയെ പണിതെടുക്കണം. അതാണ് ക്രിസ്തുവിനായിരിക്കുന്ന മാർഗം. Not employ your own wisdom, your own intelligence, your own knowledge, your own counsel. Rather, apply the wisdom of Lord Jesus Christ and may the apostles build you. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, ഒന്ന് അവനവനെ നമ്മൾ പണിയണം. First, we must build ourselves. രണ്ട്, അപ്പോസ്തലന്മാർ സഭയെ പണിയണം. Secondly, the apostles must build the church. മൂന്നാമതായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തെ പണിയണം. Thirdly, God himself should build our life. എഫെസ്യ ലേഖനം 2:22 വാക്യം. Ephesians chapter 2 verse 22. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, ആ പണി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ അഥവാ വെട്ടുകുഴി വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയത്തെ പണിയണം. This is a building that is built as long as we are in this physical body on this earth. ദൈവത്തിന് സ്തോത്രം. Praise be to ഒന്ന് the Lord. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. Coming to 1 Kings 7-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. chapter 7. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. തോതിന് വെട്ടിയ കല്ലുകൊണ്ട് ആലയത്തെ പണിതു എന്ന് വായിക്കുന്നു. തോതിന് വെട്ടിയ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 6:7 വാക്യം. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. 7-ാം അധ്യായത്തിൽ വായിക്കുന്നു. Coming to chapter 7. തോതിന് വെട്ടിയ കല്ലുകൊണ്ട് ആലയത്തെ പണിതു. അടിസ്ഥാനം മുതൽ ഉത്തരക്കല്ല് വരെ തോതിന് വെട്ടിയ കല്ലുകൊണ്ട് ആലയത്തെ പണിതു. From the foundation to the beamstone, everything that was made under the proper measure. 7-ാം അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, ഒരു കണക്കുണ്ട്. അല്ലാതെ ഇഷ്ടം പോലെ ജീവിക്കല്ല, ഇഷ്ടം പോലെ പണിയല്ല. ദൈവത്തിന്റെ പിതാവിന് മനസ്സിലുള്ളതായ പ്ലാൻ പ്രകാരമാണ് സഭയെ കർത്താവ് പണിയുന്നത്. There is a particular measurement. Based on measurement, the stone is built. That pattern is given by God. According to the plan of God, this must be built. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവം യെരൂശലേമിനെ പണിയുന്നു. God is building Jerusalem. 147-ാം സങ്കീർത്തനത്തിൽ 2-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവം യെരൂശലേമിനെ പണിയുന്നു. Psalm 147 verse 2, the Lord is building Jerusalem. യഹോവ യെരൂശലേമിനെ പണിയുന്നു. യഹോവ യെരൂശലേമിനെ പണിയുന്നു. അവൻ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. 102-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവ സിയോനെ പണിയുന്നു. Psalm 102 verse 15, the Lord is building Zion. യഹോവ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. യഹോവ യെരൂശലേമിനെ പണിയുന്നു. The Lord builds Jerusalem. യഹോവ സിയോനെ പണിയുന്നു. The Lord shall build Zion. പണിത് മഹത്വത്തിൽ പ്രത്യക്ഷനാകും. The Lord shall build up Zion and appear in his glory. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. എന്താണ് ഈ കൂട്ടായ്മയുടെ ബന്ധം? What's the greatness of this fellowship? കർത്താവ് നമ്മെ പണിയട്ടെ. May the Lord build us.
അപ്പോസ്തലന്മാർ പണിയട്ടെ. Let the apostles build us. നമ്മുടെ കർത്താവ് തന്നെ നമ്മെ പണിയട്ടെ. May our Lord himself build us. അതിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം. For the same purpose, all together surrender ourselves. കർത്താവിന്റെ പണി എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് പണിയാണ്. The building of God is proper, perfect. ആ കല്ല് നീളവും വീതി ഉയരവും സമമാണ്. നമുക്ക് പണിതായ പുതിയ യെരൂശലേം സിയോന്റെ പണി. The length of the stone, the height, the breadth, the width, everything is equal measure. The Lord is building Jerusalem. അതിന് ഉപയോഗിക്കുന്ന കല്ലും അതേ കറക്റ്റ് ആയിരിക്കണം. The stone that is used for the same should be accurate. രാജാക്കന്മാരുടെ പുസ്തകം കണ്ടില്ലേ? 7-ാം അധ്യായത്തിൽ വായിക്കുന്നു. 7-9 വാക്യം വായിച്ചു. 7-9 വാക്യം. 1 Kings chapter 7 verse 9. മേൽപ്പണി തോതിന് വെട്ടിയ വിശേഷപ്പെട്ട കല്ലുകൊണ്ടും ദേവദാരുകൊണ്ടുമായിരുന്നു. അതല്ല, തോതിന് വെട്ടിയ കല്ല്, തോതിന് വെട്ടിയ ഈർച്ചവാട് കൊണ്ട് തോതിന് വെട്ടിയെടുത്ത വിശേഷപ്പെട്ട കല്ല്. Stones hewed after the particular measure. തോതിന് വെട്ടി അകവും പുറവും ഈർച്ചവാട് കൊണ്ട് അറുത്തെടുത്ത വിശേഷിക്കപ്പെട്ട കല്ലുകൊണ്ട് ആലേറ്റ പണി. അതാണ് കർത്താവിന്റെ പണി. That is the work of the construction of God. 1 രാജാവ് 7-ന്റെ 9-ാം വാക്യം. 9-ാം വാക്യം. ഇവയൊക്കെയും അടിസ്ഥാനം മുതൽ ഉത്തരക്കല്ല് വരെയും പുറത്തെ വലിയ പ്രാകാരം വരെയും തോതിന് വെട്ടി അകവും പുറവും ഈർച്ചവാൾ കൊണ്ട് അറുത്തെടുത്ത വിശേഷപ്പെട്ട കല്ലുകൊണ്ടായിരുന്നു. ദൈവത്തിന്റെ പണിക്ക് ദൈവമക്കളെ കറക്റ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കും. People of God, for the work of God, the measurement should be accurate and perfect. ഞാൻ ഇത്ര വർഷക്കാലം കൊണ്ട് വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലോട്ട് പോകാൻ കഴിയില്ല. To claim that for prolonged years I have been a believer with which you cannot go to the kingdom of heaven. ഇസ്രായേൽ മക്കൾക്ക് നിയമം കൊടുത്തു. Israelites were given the law. ഇസ്രായേൽ മക്കൾക്ക് പ്രമാണം കൊടുത്തു. Israelites were given the statutes. ഇസ്രായേൽ മക്കൾ പാലിക്കേണ്ട നിയമങ്ങളുടെ പ്രമാണങ്ങൾ കൊടുത്തപ്പോൾ അത് പാലിക്കാതെ പോയതാണ് നിയമക്കളെ അവർക്ക് അപകടം സംഭവിച്ചത്. കനാനിലെത്തുവാൻ കഴിഞ്ഞില്ല. When the Israelites in the laws and statutes, they were not able to exercise in the practical life, whereby they were not able to reach the promised land of Canaan. ദൈവത്തിന് മഹത്വം. Glory be to the Lord. യഹോവ സിയോനെ പണിതു. The Lord builds Zion. യഹോവ യെരൂശലേമിനെ പണിയുന്നു. The Lord builds Jerusalem. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ ക്രിസ്തുവിന്റെ ആദർശം, ക്രിസ്തുവിന്റെ പ്രമാണ പ്രകാരം തന്നെ നമ്മൾ ജീവിക്കണം. Beloved people of God, we must be built according to the counsel given by Christ. നമുക്ക് സ്വന്തം വഴികൾ വേണ്ട. Let us cast away our own ways. സ്വന്തം ഇഷ്ടം വേണ്ട. Let us deny self-will. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവത്താലുള്ള പണിയാണ് നിയമക്കളെ നിലനിൽക്കുന്നത്. That which abides forever is something built by God. പാറമേൽ അടിസ്ഥാനമിട്ട പണി. He laid the foundation upon the rock. മണലിന്മേൽ അടിസ്ഥാനമിട്ട പണി. The worker built upon the word of God. രണ്ട് പണികളെ കുറിച്ച് കർത്താവ് പറയുന്നു. The Lord says both shall be there. എന്നാൽ ക്രിസ്തുവിൽ കൂടെ ജീവിതത്തെ ഉറപ്പിച്ചവന് വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ഓടങ്ങളുണ്ടായി, തിരമാലകളുണ്ടായി, അനർത്ഥങ്ങളുണ്ടായി, കഷ്ടങ്ങളുണ്ടായി, പോരാട്ടമുണ്ടായി, പരിശോധന ഉണ്ടായി, അവൻ ഒരിക്കലും ക്ഷീണിച്ചു പോകത്തില്ല. Those built upon Lord Jesus Christ, by Lord Jesus Christ, there was a torrential rain, there was a flood, there was a storm, there are problems, afflictions, sufferings, hardships. Alas, not at all shaken. ക്രിസ്തുവിൽ ജയോത്സവം. There is victory through Christ. ക്രിസ്തുവിൽ പരിപൂർണത. There is perfection through Christ. ക്രിസ്തുവിൽ ദൈവമക്കളെ തികഞ്ഞവരായി മാറുകയാണ്. Becoming full in Christ. ക്രിസ്തുവിൽ എല്ലായ്പ്പോഴും ജയോത്സവമായി ജീവിക്കണം. And we must become victorious in everything through Christ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. നമ്മളിപ്പോ എപ്പോഴും പാടി സന്തോഷിക്കുന്നു. ക്രിസ്തുവിൽ എന്നെയും എല്ലായ്പ്പോഴും ജയത്തോടെ നടത്തും ജഗദീശ. ക്രിസ്തുവിൽ എന്നെയും എല്ലായ്പ്പോഴും ജയത്തോടെ നടത്തുന്ന ജഗദീശൻ നമ്മുടെ കർത്താവ്. Our Lord, who is a real victor, who is guiding me, leading me throughout victory, he is my Lord. ശരിയായ കണക്കിൽ ജീവിച്ചോണം. You have to follow true measurement. കർത്താവിന്റെ പണി അതാണ്. That's a building done by God. പിന്മാറ്റത്തിലൂടെ കൈയടിക്കാനും കഴിയും. Even the backslider can clap the hand. ആ സിനിമയും നാടകവും കൂത്തുകാഴ്ചയും ക്രിക്കറ്റ് കളി അല്ലാത്ത കളി എല്ലാം കണ്ടിട്ട് എന്താണ് കൈയടിക്കാൻ കഴിയും. People watch movies, cricket, dramas, everything, and you can come here, you can also clap the hand. ഇന്ന് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്. Today all have mobile sets. അയ്യോ, വഷളത്വം നിറഞ്ഞൊരു തലമുറ വളർന്നു വരികയാണ്. Generation plunging into abomination. ലോകത്തിന്റെ മോഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. They plunge into the lust of the world. പാപത്തിന്റെ നാശത്തിലേക്ക് മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുകയാണ്. Narrown under the domination of sin. ദൈവമക്കളെ, നിങ്ങളുടെ തലമുറയെ ഓർത്ത് നിലവിളിക്കേണ്ട കാലഘട്ടമാണ്. People of God, this is a dispensation. You have to cry for the current generation. നിന്റെ മക്കളെ പിടിച്ച് പാറയിൽ അടിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. Blessed is the man who dashes his child on the rock. നിങ്ങളുടെ മക്കളെ പിടിച്ച് പാറയിൽ ഏൽപ്പിച്ചാട്ട് ക്രിസ്തുവിന് സമർപ്പിച്ചാട്ട്
hold your child, commit upon the rock, hand over to Jesus. ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിൽ വളർന്നു വരട്ടെ. Let it grow up in the divine nature of Christ. ക്രിസ്തുവിന്റെ ആദർശപ്രകാരം വളർന്നു വരാം. Let us be brought up according to the counsel of Christ. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. We have the mind of Christ. ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കുണ്ടാകട്ടെ. We must build up the mind of Christ. ക്രിസ്തുവിന്റെ പരിശുദ്ധം നമുക്കുണ്ടാകട്ടെ. Let us build up the holiness of Christ. ക്രിസ്തുവിന്റെ താഴ്മ നമുക്കുണ്ടാകട്ടെ. Let us build up the humility of Christ. ക്രിസ്തുവിന്റെ അനുസരണം നമുക്കുണ്ടാകട്ടെ. Let us build up the obedience of Christ. ക്രിസ്തുവിന്റെ ക്ഷമ നമുക്കുണ്ടാകട്ടെ. Let us build up the patience of Christ. ക്രിസ്തുവിന്റെ സ്നേഹം നമുക്കുണ്ടാകട്ടെ. Let us build up the love of Jesus Christ. ദൈവത്തിന് സ്തോത്രം. Praise be to ഇത് the Lord. ആഗ്രഹിക്കുന്നവർ, ഈ പറഞ്ഞ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചൊരു അന്യന് പറയട്ടെ. ഇവിടെ ഈ ദേശത്ത് മുഴകട്ടെ, ശക്തമായ ഒരു അന്യന് പറയട്ടെ. ഒന്നുകൂടെ പറയാമോ? ഒരു പ്രാവശ്യം കൂടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of ഈ God. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. He that is devoid of the Spirit of Christ is not from Christ. യഹോവ വീട് പണിയുന്നവർ, The Lord builds a house. സംഘത്തിലേക്കാൾ പറയുന്നു, യഹോവ വീട് പണിയാൽ പണിയുന്നവർ വിധാധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ആഗ്രഹിക്കുന്നു. In the words of the psalmist, unless the Lord builds a house, he that labors in vain he builds it. Unless God watches the city, the watchmen watch in vain. യഹോവ വീട് പണിയട്ടെ. May the Lord build the house. യഹോവ പട്ടണം കാക്കട്ടെ. May the Lord watch the city. യഹോവ നിന്റെ ജീവിതത്തെ ക്രമീകരിക്കട്ടെ. May the Lord build your life. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കട്ടെ. May the Lord correct our life. നമ്മുടെ കർത്താവിന്റെ വഴികളിൽ ജീവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. Let us surrender ourselves to follow the way of God. നമ്മുടെ യേശു നമുക്ക് വേണ്ടി നമ്മെ പണിയട്ടെ. May the Lord build ourselves for us. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഈ തന്ന സമയം തീർന്നിരിക്കുന്നതോടെ ഞാൻ എന്റെ വാക്ക് നിർത്തട്ടെ. My time is over. Let me wrap up my words. ജയോത്സവമായി നമുക്ക് ജീവിക്കാം. Let us become victorious. യഹോവ സീയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷനാകാൻ പോകുകയാണ്. The Lord shall build up Zion and appear in His glory. നമുക്കായി ദൈവമക്കളെ ഒരു വാസസ്ഥല കർത്താവ് ഒരുക്കുന്നു. Beloved people of God, the Lord is building a dwelling place for us. അത് പുതിയ ഭൂമിയല്ല, It is not the new പുതിയ earth, ആകാശമല്ല, nor even new heaven. പുതിയ യെരൂശലേം സ്വർഗ്ഗ സീയോൻ കർത്താവ് പണിയുന്നു. The Lord is building heavenly Zion and new Jerusalem. ആർക്ക് വേണ്ടി? For whom? വിശുദ്ധന്മാർക്ക് വേണ്ടി, For the saints, പ്രതീക്ഷിക്കപ്പെട്ട ശുശ്രൂഷകർക്ക് വേണ്ടി, for the consecrated workers of God, വിശ്വാസത്തിൽ സമ്പന്നരായി ജീവിക്കുന്നവർക്ക് വേണ്ടി. people are prosperous in faith. ദൈവമക്കളെ സീയോനും യെരൂശലേം തമ്മിൽ യുദ്ധമായി ചേർത്ത് പണിയുകയാണ്. Jerusalem, new Zion, that is built compactly together. ദൈവത്തിന് സ്തോത്രം. Praise be to the തമ്മിൽ Lord. ഇടയ്ക്ക് പണിതിരിക്കുന്ന യെരൂശലേമേ, Jerusalem fitly framed together. അവിടേക്ക് To that point, ഗോത്രങ്ങൾ തന്നെ, ഗോത്രങ്ങൾ raise tribes. തമ്മിൽ ഇണക്കിയ നഗരമായി തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ, അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ആ. ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. തമ്മിൽ ഇണക്കി പണിതിരിക്കുന്ന യെരൂശലേം കർത്താവിന്റെ വേലക്കാരും വിശ്വാസത്തിൽ ഒന്നായിരിക്കണം. Jerusalem fitly framed, compactly put together. Jerusalem and Zion should be fitly framed. പിരിഞ്ഞിരിക്കാനല്ല, There should not be division, തെറ്റിയിരിക്കാനല്ല, no strife, ഹൃദയത്തെ വേറെ എവിടെ കൊടുക്കാൻ വേണ്ടിയല്ല. not paining. അപ്പോസ്തലന്മാരുടെ കൂടെ ചേർന്നിരിക്കണം. Join the apostles. നമ്മുടെ ക്രിസ്തുവിന്റെ മനസ്സുണ്ടായിരിക്കണം. We must build up the mind എന്നാലേ of Christ. ക്ഷമിക്കാൻ കഴിയുള്ളൂ, We must be able to forgive. എന്നാലേ സ്നേഹിക്കാൻ കഴിയുള്ളൂ, Then only we can love. എന്നാലേ കരുണ കാണിക്കാൻ കഴിയുള്ളൂ. Then only we can forgive. അതാ ക്രിസ്തുവിന്റെ മനസ്സ്. That's the mind of Christ. ദൈവമക്കളെ, ദൈവത്തിന് വചനം നിങ്ങളോട് ശക്തമായി സംസാരിക്കുന്നു. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കട്ടെ. The word of God is coming unto you powerfully. Let's have the mind of Christ. ദൈവത്തിന് സ്തോത്രം. Praise be to the നമ്മുടെ Lord. കർത്താവ് വീണുപോയ കൂടാരത്തെ പണിയുന്നവനാണ് നമ്മുടെ കർത്താവ്. Our Lord is able to rebuild the fallen tabernacle. അതാണ് ആമോസ് 9:12 വാക്യത്തിൽ വായിക്കുന്നു, വീണുപോയ കൂടാരത്തെ കർത്താവ് പണിയും. Amos chapter 1 verse 12. The Lord is going to rebuild the fallen tabernacle. നിന്റെ തകർച്ചയെ പണിയുവാൻ കർത്താവ് രാത്രി വന്നിട്ടുണ്ട്. Tonight, the Lord has come to us and not rebuild നിന്റെ your തകർന്ന crumbling. മനസ്സിനെ ക്രമീകരിക്കുവാൻ നമ്മുടെ മധ്യ കർത്താവ് വന്നിട്ടുണ്ട്. ദൈവമക്കളെ, The Lord has come to us and not rebuild your broken heart. എവിടെയാണ് പരാജയം? Where is the defeat? അത് നമുക്ക് കണ്ടുണരാം. Identify. നമ്മുടെ യേശുവിലേക്ക് നമുക്ക് അടുക്കാം. Come closer to Jesus. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. Shall we all stand up? വീണുപോയ കൂടാരത്തെ കർത്താവ് പണിയാൻ പോകുകയാണ്. The Lord is going to rebuild the fallen tabernacle. നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും തെറ്റായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ സമ്മതിച്ച് കുറ്റം സമ്മതിച്ച് നീ ദൈവത്തോട് നിലവിളിച്ചാൽ കർത്താവ് നിന്റെ മേൽ ഇതാ ആത്മാവിനെ പകർന്ന് അവൻ പണിയാൻ പോകുകയാണ്. If there is any shortcoming, sin in your life, accept the same, cry unto the Lord, confess it. The Lord is going to come to midst.
He wants to rebuild you. നിന്നിൽ കത്ത പണി ആരംഭിച്ചെങ്കിൽ നിശ്ചയമായും പാട്ടുപാടി ആത്മാവ് നിറയേണ്ട ഒരൊറ്റ മിനിറ്റ് ദൈവമക്കൾ ഒരു വലിയ ശക്തി അയക്കും. ഇതാ നിന്റെ ജീവിതത്തിന്റെ പരാജയങ്ങളെ നീക്കി ഇതാ നിന്നെ വിജയമാക്കി മാറ്റാൻ പോകുകയാണ്. If the Lord has started the work in you, no need to sing a chorus. In a single minute, the Lord is going to touch you. The Lord is going to send His mighty power, and He will do that great work of construction. കർത്താവ് നിന്നെ പണിയാൻ ആരംഭിച്ച നിശ്ചയമായും ദൈവത്തിന്റെ ശക്തി നിന്നിൽ വ്യാപരിക്കാൻ പോകുകയാണ്. If the Lord is building you indeed, the power of God is going to operate in you. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. കർത്താവ് നിന്നെ പണിയട്ടെ. May the Lord build you. ഒരു വലിയ ശക്തി നിന്നെ അയക്കട്ടെ. Let Him send a great power upon you. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കട്ടെ. May Holy Spirit help you. പാട്ടുപാടി ആത്മാവ് നിറയണ്ട. No need to be filled with the Spirit by singing ജീവിതത്തിൽ songs. പരിവർത്തനം ഉണ്ടായെങ്കിൽ, If there is edification, നിന്റെ ജീവിതത്തെ കർത്താവ് പണിയാൻ ആരംഭിച്ചുവെങ്കിൽ, if God has started building your അത് life, അഭിഷേകത്തിൽ അറിയാം. it is an anointed to manifest. അഭിഷേകത്തിൽ അറിയാം. In anointed can be revealed. അഭിഷേകത്തിൽ അറിയാം. In anointed can be proved. അഭിഷേകത്തിൽ അറിയാം. In anointed can be അഭിഷേകത്തിൽ identified. അറിയാം. In anointed can be proved. ആത്മാവ് നിറയട്ടെ, സന്തോഷിക്കട്ടെ. Be filled with the Spirit, rejoice. ദൈവ സ്നേഹത്തെ നിറഞ്ഞ് സന്തോഷിക്കട്ടെ. Be filled with the love of God, rejoice.